നമ്മുടെ ഓർമ്മയിലൊന്നുമില്ല. ആനന്ദ് ആകുന്നതിന് മുമ്പാണ് വന്നത്. 1968 ആൾക്കൂട്ടം എന്നുള്ള നോവൽ അദ്ദേഹം ആദ്യം 1968 ഫെബ്രുവരി മാസം ആദ്യം അദ്ദേഹം എഴുതി അതിൻ്റെ കൈയെഴുത്ത് എം ഗോവിന്ദനെ മദിരാശിയിൽ പോയിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പോലെ വാട്സപ്പും അത്തരം വിനിമയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗോവിന്ദൻ വീട്ടിലില്ലാത്ത സമയത്ത് ഏൽപ്പിക്കുന്നത്. അത് ഏൽപ്പിച്ചതിന് ശേഷമാണ് ഗോവിന്ദൻ മലയാളത്തിൽ ദസ്തേവ്സ്കി പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് ആൾക്കൂട്ടം പ്രസിദ്ധീകരണത്തിൽ കൊടുത്തപ്പോൾ കാരൂരാണ് അവർ പ്രസിദ്ധീകരിക്കാൻ വൈഷമ്യാണ് പറഞ്ഞത്. തുടക്കത്തിൽ ഗോവിന്ദൻ വായിച്ചതിൻ്റെ ആവേശത്തിൽ അത് പലർക്കും വായിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അതിലൊരാൾ ജി കുമാരപ്പിള്ളയാണ്. കുമാരപ്പിള്ള അന്ന് ഇവിടെ മടപ്പള്ളി കോളേജിൽ പഠിപ്പിക്കുകയാണ്. കുമാരപ്പിള്ളയെ കാണാൻ വേണ്ടിയിട്ടാണ് ആനന്ദ് ഇവിടെ വന്നത്. അദ്ദേഹം ഗോവിന്ദൻ്റെ കത്തിലത് പറയും. അതുകൊണ്ട് ആനന്ദിൻ്റെ സാന്നിധ്യം അന്ന് മുതൽ വളരെയുണ്ട്. കേരളത്തിൽ മറ്റെല്ലായിടത്തേക്കാളേറെ അദ്ദേഹത്തിൻ്റെ നോവൽ അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ നോവലിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ശേഷിയില്ല. നമ്മളിപ്പോൾ ജി കുമാരപ്പിള്ള എന്ന് പറയുന്ന ഒരാൾ ആനന്ദുമായിട്ട് എന്താ ബന്ധം തോന്നും. ആനന്ദ് പണ്ടൊരു അഭിമുഖം ഞാൻ തന്നെയായിട്ട് നടത്തി 93 അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രതീക്ഷിക്കാത്ത ആളുകൾ അതിനെ സ്വാഗതം ചെയ്തു. കൈനിക്കര കുമാരപ്പിള്ള വളരെ പഴയ ആളാണ്. കൈനിക്കര കുമാരപ്പിള്ള അതിനെക്കുറിച്ച് എന്നോട് കുറേ സംസാരിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ തലമുറയിലേക്ക് ആനന്ദിനെ കൈമാറ്റം ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചയും കൂടി ഉണ്ടല്ലോ ഈ നവതി എന്ന് പറയുന്നതിൽ. നവതി നമുക്കൊരു ലക്ഷണമായി എടുത്തത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അത് കേരളം ഏറ്റെടുത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ആനന്ദിൻ്റെ ഈ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളല്ലാത്തതുകൊണ്ട് അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വായനക്കാരുടെ മാത്രം ആളായതുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വായനക്കാരുണ്ട്. മറ്റാളുകളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ആനന്ദൻ വളരെ വ്യത്യസ്തനായ എഴുത്തുകാരനാണ്. എല്ലാവരും പറയേണ്ട ആവശ്യമില്ല. ആ വ്യത്യസ്തത കൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ആനന്ദിൻ്റെ വായനക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വേണമെങ്കിൽ അല്ലേ അങ്ങനെ ഒരു വിഭാഗത്തെ വേണമെങ്കിൽ സങ്കല്പിക്കാം. എൻ ഡിയുടെ വായനക്കാരിൽ ഒരുപാട് ആളുകൾ കേരളത്തിൽ ഒരുപക്ഷെ എല്ലാവരും വരും. പക്ഷെ ആനന്ദിൻ്റെ വായനക്കാരെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആധുനികതയുടെ വായനക്കാർ പൊതുവെ വിശേഷിച്ചും ആനന്ദിൻ്റെ എന്ന് പറയും. ആനന്ദിൻ്റെ ആൾക്കൂട്ടം മുതൽ ഇന്നോളമുള്ള എനിക്കൊന്നും ദ്വീപുകളും തീരങ്ങളും വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന പേരിൽ വിഷ്ണു ഒക്കെ നോവൽ എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പലതും നോവലിൻ്റെ പേരിലല്ല. ചിലത് നീണ്ട കഥ എന്നുള്ള മട്ടിലും നോവലെറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതേ മരണ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ നോവലായിട്ടാണ് വായിച്ചത്. ഉത്തരായണം നോവലായിട്ടാണ് വായിച്ചത്. പിന്നീട് അത് പുസ്തകമായിട്ട് വന്നപ്പോൾ നോവലെറ്റുകൾ എന്ന് പേരിട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥയും നോവലും ആനന്ദിൻ്റെ രചന അങ്ങനെയാണല്ലോ. അദ്ദേഹം കഥകളിൽ തന്നെ നോവലിൻ്റെ അകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങൾ ഉൾച്ചേർക്കുന്നുണ്ട്, നാടകങ്ങൾ ഉൾച്ചേർക്കുന്നുണ്ട്, കഥകൾ വളരെ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആനന്ദിൻ്റെ ലേഖനങ്ങളെ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം എഴുതാൻ ഉപയോഗിക്കുന്ന സാഹിത്യ ജനുസുകളെ പ്രത്യേകം മാറ്റി വെക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പലതും ആണ്. ചില കത്തുകൾ പോലും ഇപ്പോൾ ഗോവിന്ദൻ്റെ കത്തുകളിൽ ചില പറഞ്ഞ ചില കാര്യങ്ങൾ പോലും നമ്മൾ അഭ്യർത്ഥികളൊക്കെ കാണും. അപ്പോൾ ഒരു സമഗ്ര മനുഷ്യൻ എനിക്കൊന്നും മലയാളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞൊരു അരനൂറ്റാണ്ടായിട്ട് ഇത്രയും ജാഗ്രതയോടുകൂടി നൈതിക ജാഗ്രതയോടുകൂടി എല്ലാതരം ഒത്തുതീർപ്പുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു എഴുത്തുകാരനുണ്ടോ സംശയം ഇല്ലെന്ന് തന്നെയാണ്. കഴിഞ്ഞ ടി രാമകൃഷ്ണൻ സംസാരിച്ചപ്പോൾ രാമകൃഷ്ണനോട് പറഞ്ഞു ഇന്ത്യൻ ഭാഷകളിൽ അങ്ങനെ ഒരാളുണ്ടാകാൻ സാധ്യതയില്ല അറിഞ്ഞത്തോളം എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വലിയൊരു എഴുത്തുകാരനാണ്, അത്ര വലിയൊരു ഏകാന്ത പഥികനാണ് ആ അർത്ഥത്തിൽ. അപ്പോൾ നോവൽ എന്ന് പറയുന്ന എൻ്റെ വിഷയമായിരുന്നു വലിയ വിഷം പിടിച്ചൊരു വിഷയം. നോവൽ തത്വചിന്ത എന്ന നിലയിൽ നിന്നാണ് ഒരു പേരിട്ട് പറയണം, ഒരു കഴിച്ചപ്പെട്ടതൊരു പേരിട്ട് പറയണം. അപ്പോൾ എന്താ നോവലും തത്വചിന്തയും തമ്മിലുള്ള കാര്യം? 19-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് നോവൽ ജനിക്കുന്ന സന്ദർഭമുണ്ട്. അത് തന്നെ വലിയൊരു സംഗതിയാണ്. ഈ അച്ചടി വിപ്ലവം വന്നതിന് ശേഷം അച്ചടി വിപ്ലവത്തിൻ്റെ സന്തതി കൂടിയാണ് നോവല്. പണ്ടത്തെ പുരാണങ്ങൾക്കൊന്നും നോവൽ പോലെ സഞ്ചരിക്കാൻ സാധിക്കില്ല. ആധുനിക വ്യക്തി ഉണ്ടാകുകയും വ്യക്തി എന്നുള്ള ബോധം, ഞാനെന്നൊരു ബോധം ജനിക്കുകയും ഞാനും സമൂഹവും എന്നുള്ളതിനുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുകയും വ്യക്തിക്ക് തൊട്ടടുത്തുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ ജീവിതം ഉണ്ടാകുമ്പോഴേ നോവൽ സാധ്യമാകും. മറ്റത് അതിനു മുമ്പുള്ള പുരാണങ്ങളും അതിനു മുമ്പുള്ള മറ്റു ചില സാഹിത്യ രൂപങ്ങളാണ് കവിതകൾ, എപ്പിക്കുകളൊക്കെ.
അപ്പോൾ ആധുനിക, അതുകൊണ്ടാണ് മധ്യവർഗത്തിൻ്റെ ഇതിഹാസമാണ് നോവൽ എന്നൊക്കെ പറയാറ്. ഒരു റാൾഫ് ഫോക്സിൻ്റെ ആശയമാണ്. എന്തായാലും നോവൽ ഒരു പുതിയ കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നോവൽ വായിക്കുന്നവരും അല്ലാത്തവരുമായിട്ട് രണ്ടാക്കി തിരിച്ചാലും തെറ്റില്ല മനുഷ്യർ. ദിനേശ് പീഡിയുടെ പഴയൊരു പരസ്യം, ദിനേശ് പീഡി വലിക്കുന്നവരും അല്ലാത്തവരും എന്ന് പറഞ്ഞതുപോലെ നോവൽ വായിക്കുന്നവരല്ലാത്തവർ. കാരണം നോവലിൽ പുതിയൊരു ജീവിത സങ്കല്പമുണ്ട്. നോവലിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന, അത് വായിച്ച ആളുകളുടെ ഒരു ആന്തരികമായ പരസ്പരം അറിയാത്ത ഒരു സമൂഹമുണ്ട്. അപ്പോൾ നോവൽ ജനിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ആധുനികത, നവോത്ഥാനം കഴിഞ്ഞ്, യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം കഴിഞ്ഞ് വരുന്നൊരു ഘട്ടമാണ്. ഡോൺ ക്വിക്സോട്ട് വരുന്ന ഘട്ടത്തിൽ അതിൽ നായകൻ അച്ചടി യന്ത്രം നോക്കിക്കാണുന്ന ഒരു സന്ദർഭം വിശദീകരിക്കും. കാരണം ഈ അച്ചടിയിൽ നിന്നാണ് താനുണ്ടായത്. ആ കഥാപാത്രം തന്നെ അച്ചടിയെ തൻ്റെ, ഇപ്പൊ വഴന്നൂരിലെ ആൾക്കൂട്ടത്തിലെ ജോസഫ് തീവണ്ടി നോക്കിക്കാണുന്നത് പോലെ. കാരണം അച്ചടിയാണ് അറിവിനെ ഇത്ര ജനാധിപത്യവൽക്കരിച്ചത്. അതുവരെ കുറച്ചാളുകൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് പകർത്തി എഴുതാവുന്ന കൃതികൾക്ക് പകരം ആയിരക്കണക്കിന് കോപ്പി ഒരേ സമയം അച്ചടിക്കാൻ കഴിയുന്ന ഒന്ന് വരുന്നു. അപ്പോൾ അച്ചടിയുടെ സൃഷ്ടിയാണ്. അവിടെ തത്വചിന്തക്ക് എന്താ കാര്യം? ഞാൻ KC ആയിട്ട് സംസാരിക്കുന്നതായിരുന്നു എൻ്റെ ധാരണ. അവരുടെ തത്വചിന്തയെക്കുറിച്ച് എന്തായാലും അതിന്ന് പറയാം. ശരിക്കും നോവലിൻ്റെ ഭാഷയുള്ള തത്വചിന്തയെ കുറിച്ചല്ല ഞാനിപ്പോൾ ഈ സമയമുള്ളതുകൊണ്ട് ഏതായാലും 4 പേരും 5 മണിയുടെ സമയമുണ്ടല്ലേ, ഒരുമില്ലാത്ത സാധാരണ നമ്മൾ അക്കാഡമിക്സിൽ അത്രയും സമയം കിട്ടാറില്ല. തത്വചിന്തയെ ക്ലാസിക്കലായ ഗ്രീക്ക് രീതിയിൽ തത്വചിന്തയെ നിർവഹിച്ചാൽ അതിന് ചില ഘടകങ്ങൾ പറയും. അതിൽ ഒന്നാമത്തെ അതിൻ്റെ സത്താശാസ്ത്രം എന്നാണ് പറയുക, ഓണ്ടോളജി എന്ന് പറയും. അതാണ് തത്വശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. ഓണ്ടോളജി എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് എന്താണോ അതാണ് ഓണ്ടോളജിയുടെ മണ്ഡലം. ഇപ്പോൾ പ്രപഞ്ചം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ അത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണ്ടോളജിക്കൽ കാറ്റഗറീസ് പഞ്ചഭൂതങ്ങളാണ്. തെയിൽസ് പ്രപഞ്ചം ഉണ്ടാക്കിയത് വെള്ളം കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓണ്ടോളജി വെള്ളമാണ്. അഗ്നി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണം കൊണ്ടുണ്ടാക്കിയതാണ് നോക്കണം. അത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയാം. ഇപ്പോൾ ഫ്രോയിഡിയൻ മനോവിശ്ലേഷണത്തിൽ ഓണ്ടോളജി എന്താണെന്ന് ചോദിച്ചാൽ ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്രാ കോംപ്ലക്സ്, പിന്നെ സെൻവി തുടങ്ങിയ. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തെയാണ് കിട്ടുന്നതിനാണ് നമ്മൾ ഓണ്ടോളജി എന്ന് പറയുന്നത്. അത് അന്വേഷിക്കലാണ് അതിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരത്തെയാണ് എപ്പിസ്റ്റമോളജി, ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത്. ജ്ഞാനശാസ്ത്രം എന്ന് പറയും. നമ്മൾ യഥാർത്ഥത്തിൽ ഐ തിങ്ക് ദെർഫോർ ഐ ആം, ആധുനികതയോട് ഇതൊക്കെ പറയാം. ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് എന്നുള്ള വളരെ പ്രസിദ്ധമായ റെനെ ദക്കാർത്തിൻ്റെ ഫസ്റ്റ് മെഡിറ്റേഷൻസിലെ വാക്യം. അതിൻ്റെ അർത്ഥം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാനുള്ളത്. അല്ലാതെ ഞാൻ നേരത്തെ ഇന്നയാളുടെ മകനായിട്ട്, ഇന്ന ജാതിക്കാരനായിട്ട്, ഇന്ന മതക്കാരനായിട്ട്, അല്ലെങ്കിൽ ദൈവം നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല ഞാനുള്ളത്. ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഞാനുണ്ട്, ചിന്തയാണ് ഞാൻ എന്ന ഈ ബോധത്തിൽ നിന്നാണ് ആധുനികത ജനിക്കുന്നത്. അതുകൊണ്ടാണ് ദക്കാർത്തിനെ ആധുനിക തത്വചിന്തയുടെ പിതാവായിട്ട് പറയുന്നത്. നാരായണഗുരു മറ്റൊരു രീതിയിൽ പറയും, അത് അദ്ദേഹത്തിൻ്റെ യുക്തിയിൽ അറിവതിനാൽ അഹം, ഞാനെന്നുള്ളത് ഒരു അറിവ് മാത്രമാണ് എന്ന ഒരു കാഴ്ച. അപ്പോൾ ദക്കാർത്തിയൻ അത് വേറൊരു ആംഗിളാണ്. അപ്പോൾ ദക്കാർത്തിൻ്റെ ഈ ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് എന്നുള്ള ഈ പുതിയ ആത്മബോധമാണ് ആധുനികതയുടെ അടിസ്ഥാനമായിട്ടുള്ളത്. അതിന് മോഡേണിറ്റി നമ്മൾ പറയാം. തത്വചിന്താപരമായ മോഡേണിസം പിന്നാലെ വരുന്ന കലയിലും സാഹിത്യത്തിലൊക്കെ വരുന്ന ആധുനികതയെ നമ്മൾ മോഡേണിസം എന്നാ പറയാം. പുതിയ കാലത്ത് പണ്ട് അതിനെല്ലാം ഒരേ വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പം തന്നെ എന്താണ് ആധുനികത എന്നുള്ള വാക്കിൽ നമ്മൾ മോഡേണിസം എന്നുള്ള വ്യത്യാസമില്ലാതെ ഉപയോഗിച്ചത്. പക്ഷേ മോഡേണിറ്റി എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ട് മുതൽ ഇന്നോളമുള്ള ചിന്തയുടെ രീതിയെയാണ്. ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ, ഈ ഞാനെന്ന ബോധം അത് നമ്മൾ ഇന്ദുലേഖയിൽ മാധവനും വേണമെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാം. വേണമെങ്കിൽ ആശാന്റെ കവിതയിലെ നായികമാർക്ക് വേണമെങ്കിൽ ചെറിയ അർത്ഥത്തിൽ അതുണ്ടെന്ന് പറയാം. അതൊരു ആധുനിക മനുഷ്യരാണ്. അത്തരത്തിലുള്ള ഈ മോഡേൺ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന ചിന്താമണ്ഡലത്തെയാണ്, അതിൻ്റെ തത്വചിന്താമണ്ഡലത്തെയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. അതേസമയം മോഡേണിറ്റി സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ക്യാപിറ്റലിസത്തിന്റെ രീതിയിൽ
വ്യവസായ വിപ്ലവത്തിന്റെ രീതിയിൽ അതിന് വേണം നമുക്ക് മോഡേണൈസേഷൻ ഒരു വാക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു പിന്നാലെ വരുന്ന പലരും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ ഇത്തരം വാക്കുകൾ ഇത് അങ്ങനെ വായിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ പഴയ ചട്ടിയും കലത്തിനും പകരം ഈ പുതിയ സ്റ്റീലും അല്ലേ, പുതിയ മട്ടിലുള്ള സ്റ്റവും ഒക്കെ വരുമ്പോൾ അത് മോഡേണൈസേഷനാണ്. കാളവണ്ടിക്ക് പകരം തീവണ്ടി വരുന്നു, മോഡേണൈസേഷൻ. മോഡേണിറ്റി എന്ന് പറയുന്നത് തത്വചിന്താപരമായ കാര്യമാണെങ്കിൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അത് നമ്മുടെ തൊട്ടറിയുന്ന ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. മോഡേണിസം എന്ന് പറഞ്ഞാൽ ഇതിനോടൊക്കെ പ്രതികരിച്ചു കൊണ്ടുവരുന്ന കലാസാഹിത്യ പ്രസ്ഥാനം. അത് 19ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ ആരംഭിച്ചു എന്ന് പറയുന്നത് മോഡേണിസം. അതിന്റെ വക്താക്കളായിട്ടാണ് ആനന്ദിനെയും പിജിനെയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഈ 3 തരത്തിൽ നമ്മൾ മോഡേണിനെ സ്ഥാനപ്പെടുത്തിയാൽ ആനന്ദിനെ മനസ്സിലാക്കുന്നതിലും സാഹിത്യത്തെ മനസ്സിലാക്കുന്നതിലും ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദെക്കാർത്തിനെ കുറിച്ച് പറയാൻ സാധ്യത ഈ പ്രപഞ്ചത്തെ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ എന്നെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിൽ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ മേഖലയാണ് എപ്പിസ്റ്റമോളജി, ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിനെ ഈ അറിവിന്റെ പ്രക്രിയയെ ഏത് തരം രീതികൾ ഉപയോഗിച്ചാണ് നമ്മൾ നിർദ്ധാരണം ചെയ്യുന്നത്, അതിനാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ലോജിക്കാണ്. അടുത്തത് എത്തിക്സ് എന്ന് പറയുന്ന അനന്തവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്തിക്സ്, ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ നീതിശാസ്ത്രം എന്ന് പറയുന്നത് അതും ക്ലാസിക്കൽ ഗ്രീസിലുള്ള സംഗതിയാണ്. അടുത്തതായിട്ട് വരുന്നത് എസ്തെറ്റിക്സ് ആണ്, സൗന്ദര്യശാസ്ത്രം. സൗന്ദര്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ കണ്ടതിലൊന്നുമില്ല. ഇപ്പോൾ ഞാനതിനൊരു ലബോറട്ടറിയായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞാൽ, ലബോറട്ടറിയിൽ നിങ്ങളൊരു രാസപ്രവർത്തനം നടത്തുമ്പോൾ എന്തോ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ആ കണ്ടെത്തുന്നത് എന്താണോ അതുകൊണ്ടാണ് ഒരിക്കലായ കാര്യം. കണ്ടെത്താൻ ശ്രമിക്കുന്ന അതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ജ്ഞാന പദ്ധതി എന്നത് എപ്പിസ്റ്റമോളജിയാണ്. അത് നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യുക്തികളുണ്ട്, അതാണ് ലോജിക് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ആ ലബോറട്ടറിയിൽ ഒരു തവളയെ മുറിക്കാമോ അല്ലയോ എന്ന ചോദ്യമുണ്ടല്ലോ, അത് എത്തിക്കാം. വംശാനന്തര തലമുറ എന്ന സുധീഷിന്റെ കഥയിൽ ചോദിക്കുന്ന ചോദ്യം ഈ 4ാമത്തെ ചോദ്യമാണ്. അതിനെ മുറിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന അനുഭവം ഉണ്ടല്ലോ, എനിക്കൊരു വിഷമം തോന്നുന്നു, വേദന തോന്നുന്നു. ഞാനതിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കളിച്ചിരുന്ന ഘട്ടത്തിൽ വെള്ളത്തിൽ കൂടെ പോയ തവളകളെ ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ ഗൃഹാതുരത്വം, ഓർമ്മ, വിഷാദം, ഞാനും അതുമായിട്ടുള്ള ഐക്യം, ഇതൊക്കെയാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളിൽ ഇതൊക്കെ ഉണ്ട് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ക്ലാസിക്കൽ അല്ലെങ്കിൽ പിന്നീട് തത്വചിന്തയിൽ ഈ ആധുനിക മനുഷ്യൻ വന്നതിന് ശേഷമാണ് നമ്മൾ സമൂഹം അല്ലെങ്കിൽ രാഷ്ട്രവ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമാണെന്നും അത് മനുഷ്യന് തിരുത്താവുന്നതാണെന്നും മനുഷ്യൻ ഇടപെടാവുന്നതാണെന്നും ഭരണകൂടത്തെ നമുക്ക് തിരുത്താമെന്നും നമ്മുടെ വിധിയെ നമുക്ക് തിരുത്താമെന്നും വന്നപ്പോഴാണ് തത്വചിന്തയിൽ പുതിയൊരു മേഖല വരുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ തത്വചിന്തകളാണ്. മാർക്സിസം ഉൾപ്പെടെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിനുമുമ്പ് അങ്ങനെ ഇല്ലല്ലോ. അതിനു മുമ്പ് മനുഷ്യൻ നേരത്തെ നിർവചിക്കപ്പെട്ട ഒരാളാണ്. ഇവിടെ അങ്ങനെയല്ല, വ്യവസ്ഥ നിർവചിക്കപ്പെട്ടതാണ്. പക്ഷേ തലയിലെടുത്ത് മാന്തിയാൽ പോകും, തലയിലെടുത്ത് നമുക്ക് മാറ്റിമറിക്കാം എന്ന് വരുമ്പോഴാണ് സാമൂഹ്യ രാഷ്ട്രീയ തത്വചിന്തകൾ വരുന്നത്. അതും തത്വചിന്തയുടെ ഭാഗം. ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൃതികളിൽ ചരിത്രവും സാമൂഹ്യ ശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ഈ ഘടകങ്ങളാണ്. അതും തത്വചിന്തയുടെ പിൽക്കാലത്ത് മോഡേണിറ്റിക്ക് ശേഷം മനുഷ്യനെ സാമൂഹ്യ ജീവിയായി മനസ്സിലാക്കുകയും ചരിത്ര ജീവിയായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരം തത്വചിന്തകളും കൂടി വരുന്നത്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് തത്വചിന്തയുടെ മണ്ഡലം എന്ന് പറയുന്നത്. ഇവിടെ നോവലിന് എന്താ കാര്യം? നോവലിന് കാര്യമുണ്ട്. കാരണം വീണ്ടും ഇവിടെ ഹെഗലിനെ പറ്റി ഒരിക്കൽ പറഞ്ഞപ്പോഴാണ് ചെറിയ ഇടപെടൽ. ഈ ഹെഗൽ മാർക്സിന് മുമ്പുള്ള ഒരാളാണ്. ഹെഗൽ തത്വചിന്തയെ കുറിച്ച് പറയുമ്പോൾ പറയും, ഇനിയത്തെ കാലം തത്വചിന്തയുടെ കാലമാണ്. മനുഷ്യൻ, അദ്ദേഹം ഒരു കാലം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ നമ്മളെ അറിയുന്ന രീതിയെയാണ് അദ്ദേഹം കാലം എന്ന് വിളിക്കുന്നത്. ആദ്യകാലത്ത് ഗ്രീസിൽ നമുക്കറിയാലോ, ഗ്രീസിൽ അവിടുത്തെ നമ്മുടെ തെയ്യം തറ സംസ്കാരമാണ് ഗ്രീസിലെ പഴയ സംസ്കാരം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ കല തന്നെയായിരുന്നു മനുഷ്യൻ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ ജ്ഞാനരൂപം എന്ന് പറയുന്നത്. ലോകത്ത് അറിയുന്ന രീതിയാണ്. അന്നത്തെ ഏറ്റവും ഉയർന്ന മനുഷ്യന്റെ ആത്മബോധം കലയിലൂടെയാണ്. തെയ്യത്തിൽ കലയിലൂടെയാണ് ചിത്രീകരിക്കുന്നത്. അത് ദൈവശാസ്ത്രമാണ്, പക്ഷെ കലയിലൂടെയാണ് ആവിഷ്കരിക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ ആ തെയ്യത്തിന്റെ ഘട്ടമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടുത്തെ ഗ്രീക്ക് തെയ്യങ്ങളുടെ ഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മതമാണ്, ക്രിസ്ത്യാനിറ്റി വരുന്നത്. അത് തെയ്യല്ല, അത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വേറൊരു വീക്ഷണമാണ്. അത് രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ കലയുടെ ഘട്ടം കഴിഞ്ഞു,
മതത്തിൻ്റെ ഘട്ടം കഴിഞ്ഞു. ഇനി വരുന്നത് അത് അവിടെ പ്രഷ്യൻ ഭരണകൂടമുള്ള ഘട്ടമാണ്, മതത്തിൻ്റെ പശ്ചാത്തലമുള്ള ഭരണകൂടമുള്ള ഘട്ടമാണ്. അദ്ദേഹം പറഞ്ഞു ഇനി വരുന്നത് തത്വചിന്തയുടെ ഘട്ടമാണ്. തത്വചിന്തയുടെ ഈ ഘട്ടത്തിൽ കലയ്ക്കിനി പ്രസക്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കലയ്ക്ക് പ്രസക്തിയില്ല. കാരണം തത്വചിന്തയിലെ മനുഷ്യനാരാണ്? ആനന്ദിന്റെ വായനക്കാരോട് പറയേണ്ടതില്ല. തത്വചിന്തയിലെ മനുഷ്യൻ എന്ന് പറയുന്നത് ജാതിയോ മതമോ ഒരുപക്ഷെ ലിംഗവ്യത്യാസമോ പ്രദേശമോ ഭാഷയോ ഒരു അതിർവരമ്പുമില്ലാത്ത പ്രപഞ്ചത്തെ മുഖാമുഖം നോക്കിക്കാണുന്ന ഏകാന്ത മനുഷ്യനാണ്. ആ മനുഷ്യന് അതുകൊണ്ടാണ് കുഞ്ഞുള്ള എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല എന്നൊന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. ആധുനികതയുടെ കാഴ്ചപ്പാടാണ്. കാരണം ഞാനുണ്ടായതിനു ശേഷമാണ് അച്ഛനും അമ്മയും ഉണ്ടാവുന്നത് അസ്തിത്വവാദികളെ സംബന്ധിച്ചിടത്തോളം. വ്യക്തമാവുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം അച്ഛനും അമ്മയും പോലും എൻ്റെ അറിവാണ്. ഇപ്പോൾ തത്വചിന്തയാണ് എന്നും പറയാൻ തന്നെ. ഇപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകമുണ്ടോ? ആ ചോദ്യം ചോദിച്ചാൽ രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാവും അല്ലേ? രണ്ടു ഉത്തരം ഇവിടെ ഉണ്ടാവും. എൻ്റെ അറിവാണ് ഈ ലോകം എന്നുള്ളത് കൊണ്ട് ഞാനുണ്ടായതിനു ശേഷം ഈ പ്രപഞ്ചമുള്ളൂ എന്ന് കരുതുന്ന ആളുകളാണ് അസ്തിത്വവാദികൾ. പക്ഷെ അന്നേരം പറയും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ആളുകളുണ്ടല്ലോ, ലോകമുണ്ട്, പ്രപഞ്ചമുണ്ട്, ഇനി മനുഷ്യൻ തന്നെ ഇല്ലെങ്കിലും പ്രപഞ്ചമുണ്ട്. അതിന് നാരായണഗുരു പറയുന്ന ഉത്തരവുണ്ട്, നിങ്ങളില്ലെങ്കിലും പ്രപഞ്ചമുണ്ട് എന്ന അറിവ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? നിങ്ങളുള്ളതുകൊണ്ടുണ്ടായി, അതുകൊണ്ട് നിങ്ങളേ ഉള്ളൂ. ശരിയാണ്. അതുകൊണ്ടാണ് അറിവതിനാൽ അഹം എന്ന് പറഞ്ഞത്. ഈ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഈ പ്രപഞ്ചവും ഉണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ബോധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ബോധമാണ് പ്രാഥമികം. ഇതാണ് അദ്വൈതത്തിന് അടിസ്ഥാനമുണ്ട്, എക്സിസ്റ്റൻഷ്യലിസത്തിന് അടിസ്ഥാനമുണ്ട്. പക്ഷേ സാർത്രിയൻ അസ്തിത്വത്തിന് വേറെ അടിസ്ഥാനമുണ്ട് കേട്ടോ. അതാണ് അസ്തിത്വത്തിലെ അത് ഞാൻ പിന്നീട് സമയത്തിനനുസരിച്ച് പറയാം. സാർത്രിന്റെ കയ്യിലേക്ക് ഈ അസ്തിത്വവാദം കിട്ടുമ്പോൾ ഒരപരൻ കൂടിയുണ്ട്. ഇപ്പൊ ഞാൻ പരബ്രഹ്മമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ റോഡിലൂടെ നടക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ എന്നെ കൈ മുട്ടി വിളിക്കുന്നത് അല്ലേ? അങ്ങനെ വിളിക്കാറ്. അങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ പരബ്രഹ്മം പോയ വഴിയില്ല, അവൻ്റെ വിളിയാണ്, ഒരപരൻ്റെ വിളിയാണ്. അപ്പോൾ ഒരേ സമയം മറ്റുള്ളവരെ കാണുന്ന ആളാണ് ഞാൻ, എല്ലാവരും എൻ്റെ കാഴ്ച വസ്തുക്കൾ മാത്രമാണ്. അതേസമയം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ ഞാൻ കാഴ്ച വസ്തുവാണ്. അപ്പോൾ കാഴ്ചക്കാരനും കാഴ്ച വസ്തുവും തമ്മിലുള്ള ഒടുങ്ങാത്ത സംഘർഷമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞ ആളാണ് സാർത്ര. ഈ അതറിനെ ഈ അസ്തിത്വത്തിലേക്ക് കയറ്റിവിട്ട സാർത്ര. അതിന് കാരണം അന്ന് ഫ്രാൻസിൽ 1930-കളിൽ വലിയ അധ്യാപകർ ഹെഗലിനെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതർ കൊണ്ടുവരുന്ന ഹെഗലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്ന തത്വചിന്ത വരുന്നതോടുകൂടി ഇപ്പൊ ഈ മനുഷ്യന് നമ്മൾ എന്ത് ചെയ്യും? എം.ഡിയുടെ നോവലുകളിൽ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഗോവിന്ദൻകുട്ടിയെ വേണമെങ്കിൽ ഒരു ചെറിയ പരിധി നമുക്ക് വേണമെങ്കിൽ കൊള്ളിക്കാം അല്ലേ? പിന്നെ അപ്പുണ്ണിയെ അങ്ങനെ കൊള്ളിക്കാൻ സാധിക്കില്ല. എം.ഡിയുടെ പോലെ എം.ഡി. ഭീമൻ നായർ അല്ലേ? ഭീമനെ കൊള്ളിക്കാൻ വിഷമാണ്. അത് കുഞ്ഞുണ്ണിയാണ് പറഞ്ഞത്, ഭീമനും എം.ഡി തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ജാതിയിൽ, വംശത്തിൽ, ബന്ധങ്ങളിൽ, കുടുംബത്തിലൊക്കെ ഉള്ള ആൾ തന്നെയാണ്. അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രാഥമികതിൻ്റെ അകത്താണുള്ളത്. ഹെഗലിന്റെ വ്യക്തി അതായത് പുറത്താണുള്ളത്. ഈ പുറത്തായ വ്യക്തിയെ കഥയിൽ എന്ത് ചെയ്യാൻ പറ്റും? പഴയ കഥന സമ്പ്രദായങ്ങൾക്ക് ഈ വ്യക്തിയെ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പ്രശ്നം അറിഞ്ഞ മനസ്സിലാക്കിയ കഥാകൃത്തുക്കളുണ്ട്, ഇല്ലാത്ത കഥാകൃത്തുക്കളുണ്ട്. ഇത് മനസ്സിലാക്കിയ എന്ന് വെച്ചാൽ അത് മോശം അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, രണ്ട് കാറ്റഗറിയായി കണ്ടാൽ മതി. മറ്റത് മോശമൊന്നും കരുതണ്ട. ഇത് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഈ ബോധത്തിലല്ലാതെ കഥയെ, സാഹിത്യത്തെ നോക്കിക്കണ്ട ആളുകൾ ഇപ്പോഴും പഴയ മട്ടിൽ കഥ എഴുതി പോകുന്നു. ആദ്യമധ്യാന്ത പൊരുത്തത്തോടുകൂടി കുടുംബകഥയും പ്രണയകഥകളും ഒക്കെ എഴുതി പോകുന്നു. ഇത് മനസ്സിലാക്കിയ ആളുകൾ മനുഷ്യനും പ്രപഞ്ചവും തമ്മിലും, മനുഷ്യനും സമൂഹവും തമ്മിലും, വ്യക്തിയും സമൂഹവും തമ്മിലും, ഒരുപക്ഷെ ഇണയും തമ്മിലും ഒക്കെയുള്ള അടിസ്ഥാനപരമായ ദാർശനിക ബന്ധം എന്താണ് എന്ന അന്വേഷണമായിട്ട് അവരുടെ സാഹിത്യമാണ്. എന്താ വ്യത്യാസം? ഈ രണ്ടു തരം സാധനങ്ങൾ അതോടുകൂടി ഉണ്ടായി. ഹെഗലിന് ശേഷം ഹെഗലിൽ ഉണ്ടാക്കിയത് ഈ ആധുനിക മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഹിന്ദുലേഖ നോക്കിയാൽ പോലും ഇത് കാണാം നമുക്ക്. ഹിന്ദുലേഖയിൽ 18-ാം അധ്യായം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു കഥ മാത്രമാണല്ലോ. ഹിന്ദുലേഖയെ കുറിച്ച് അന്ന് വലിയ പ്രാമാണികരായ നിരൂപകർ, എം.പി. പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വലിയ മനോഹരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കഥയിനിടയിൽ ഒരു ശിലാഖണ്ഡമാണ്, പാറക്കെട്ടാണ് ഈ 18-ാം അധ്യായം, മാറ്റിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ചന്തുമേനോന് 18-ാം അധ്യായം നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രണയകഥ എഴുതിയത്. അതാണ് കാര്യം. ഈ 18-ാം അധ്യായം ടി.ഡി. രാമകൃഷ്ണൻ കുറെ സെക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊരു ഉദ്ദേശം വേറെന്നാ.
ഈ ഇട്ടിക്കോലയിൽ അദ്ദേഹം ഇത് മാത്രം വായിക്കുന്നു. അദ്ദേഹം വേറെ ചില കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രണയകഥകൾ മാത്രം, നായികാനായകന്മാരുള്ള പ്രണയകഥകൾ മാത്രം വായിച്ച് ശീലിച്ച ആളുകൾക്ക് മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള പ്രണയകഥയാക്കി മാറ്റിയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിനായി കൊണ്ടുവന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ നായകനെയാണ് കൊണ്ടുവരുന്നത്. 85 കോൺഗ്രസ്, 89 ഇന്ദുലേഖ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മെമ്പറാണ് അല്ലേ? ആലോചിച്ചു എത്ര അപ്ഡേറ്റ് ആണ് അദ്ദേഹം. ആ നായകന്റെ ഫിലോസഫി പറയാൻ വേണ്ടിയാണ് 18-ാം അധ്യായം കൊണ്ടുവരുന്നത്. അപ്പോ നോവലാണ് ഹെഗൽ പറഞ്ഞ ഈ വെല്ലുവിളി ഏറ്റെടുത്തത്. തത്വചിന്തയെ നോവലിങ് ഏറ്റെടുത്തു. തത്വചിന്തയെ നോവലുമായിട്ട് ഉദ്ഗ്രഥിച്ചു. നിങ്ങൾ നോക്കിയാൽ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ മഹാന്മാരായ എഴുത്തുകാർ മുഴുവൻ തന്നെ നോവലിനെ തത്വചിന്താപരമായ വ്യവഹാരം കണ്ട ആളുകളാണ്. ഇപ്പൊ കരമസവ് വായിച്ച ആളുകളോട് ഉണ്ടാവില്ല മിക്കവാറും. കരമസവ് നോക്കുമ്പോൾ അതിൽ എത്രത്തോളം തത്വചിന്താപരമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇനി വാർ ആൻഡ് പീസ് നോക്കുക. വാർ ആൻഡ് പീസിൽ അവസാനം മനുഷ്യനൊരു ചരിത്ര ജീവിയാണെന്ന്, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്ഥാപിക്കാൻ വേണ്ടി ആ നോവൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാ കരിഞ്ഞ എന്നുള്ള നോവല് മനുഷ്യന്റെ ഇച്ഛാശക്തിക്കപ്പുറത്താണ് മനുഷ്യന്റെ അകത്ത് ആന്തരിക കാലം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്, ഒരു ഫിലോസഫിക്കൽ ദർശനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ലാതെ അവസാനം സിനിമ കണ്ട് നിലവിളിക്കുന്ന പോലെയോ കണ്ണു തുടക്കുന്ന പോലെയോ അങ്ങനെ കണ്ണു തുടച്ച് പോകാനുള്ളതല്ല. അപ്പോൾ അത്തരത്തിൽ ആ ജനുസിലാണ് ആനന്ദ് വരുന്നത്. തോമസ് മാൻ അതിലാണ് വരുന്നത്. അപ്പോൾ മലയാളത്തിൽ ആ ജനുസിൽ വരുന്ന ഒരുപക്ഷെ ഒരേ ഒരു ഞാൻ പറയുന്നില്ല, ഏറ്റവും ഉയർന്ന ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന എഴുത്തുകാരനാണ് ആനന്ദ്. അദ്ദേഹത്തിന്റെ വിലകളൊക്കെ നമ്മൾ പിന്നീട് ഒരുപക്ഷെ ആ നിലക്ക് മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് പോപ്പുലർ ആവാൻ സാധ്യമല്ല അല്ലേ? തത്വചിന്ത ഒരിക്കലും പോപ്പുലർ ആകില്ല. ഇപ്പോൾ വാട്സപ്പിൽ തത്വചിന്ത വാട്സപ്പിൽ എനിക്കറിഞ്ഞൂടാ. നമ്മളിപ്പോ ഇന്നത്തെ കൊട്ടേഷൻ എന്ന് പറഞ്ഞ് വരുന്നതാണല്ലേ മാർക്കസ് ആർലിയസിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരാം. ആനന്ദൊക്കെ നാളെ ഒരു പക്ഷെ അങ്ങനെ വന്നുകൂടായില്ല. അപ്പൊ എന്തായാലും ആ അർത്ഥത്തിൽ നോവൽ എന്ന് പറയുന്നതിന് തത്വചിന്താപരമായ ഒന്നായിട്ട് ഉദ്ഗ്രഥിച്ച മലയാളത്തിലെ ഒരേ ഒരു ഞാൻ പറയുന്നില്ല, അത് വിജയനിലുണ്ട്. വിജയൻ മറ്റൊരു തരത്തിലാണ് അതിനെ ദാർശനികവൽക്കരിച്ച മറ്റൊരു തരത്തിലാണ്, കുറച്ചുകൂടി വൈകാരിക ദർശനത്തിന്റെ അർത്ഥത്തിലാണ്. ഇതിൽ ഏതാണ് മെച്ചം ഏതാണ് മോശം എന്നും പറയുന്ന ആളല്ല. രണ്ടും രണ്ടര പ്രസക്തിയുണ്ട്. രണ്ടുപേരും ഏകദേശം സമാന്തരമായി സഞ്ചരിച്ച ആളുകളാണ്. അപ്പോ ആൾക്കൂട്ടം എന്നുള്ള നോവൽ തന്നെ എടുത്താൽ നേരത്തെ പറഞ്ഞു അത് ആൾക്കൂട്ടം അതൊരു പുതിയ പ്രവണതയാണ്. ആൾക്കൂട്ടം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ. നിങ്ങൾ ചന്തപ്പറമ്പിലുള്ളത് നമുക്ക് ആൾക്കൂട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവരും അറിയാം അല്ലേ? ചൊവ്വാഴ്ച ചന്തയിൽ ഇവിടെ വരുന്ന ആളുകൾ ആൾക്കൂട്ടം എന്ന് പറയാൻ പറ്റില്ല. മുഖമില്ലാത്ത ആൾക്കൂട്ടമല്ല. നമുക്കറിയാം ജാനുവരി മറ്റിങ്ങനെ ആളുകളുടെ പേരൊക്കെ നമുക്കറിയാം അല്ലേ? അറിയുന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ കാളവണ്ടി വന്ന ആളുകളൊക്കെ നമുക്കറിയാം. ഗ്രാമത്തിലുള്ള ഒരാൾക്കൂട്ടവും ആൾക്കൂട്ടമല്ല, ഒരു ഉത്സവ പറമ്പിലുള്ള ഒരാൾക്കൂട്ടം ആൾക്കൂട്ടമല്ല. ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് മോഡേൺ ക്യാപിറ്റലിസമാണ്. ആൾക്കൂട്ടം സൃഷ്ടിക്കുന്നത് ആധുനികമായ മോഷനാണ്. അത് തീവണ്ടിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ബോംബെയില് തീവണ്ടിയിൽ വന്നിറങ്ങിയ ആൾക്കൂട്ടം. ഇത് ഡൽഹിയിൽ കാണും. അരവിന്ദൻ മൂന്നര ഡൽഹിയിൽ ഇതേപോലെ തന്നെ ആൾക്കൂട്ടം ഇറങ്ങി വരുന്നതാണ്. പക്ഷെ ദർശനവൽക്കരിച്ച് പറഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മുഖമില്ലാത്ത ആൾക്കൂട്ടമാണ്. ഒരാൾക്ക് ഒരാളെയും പരിചയമില്ല. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ കാലത്ത് അത്ര വലിയ പ്രശ്നമല്ല. അത് കാരണം ഇന്ന് വേറെ തരത്തിലാണ് കുട്ടികൾ ജനിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് തികച്ചും പരിചയമില്ലാത്ത ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദാർശനിക പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരാളെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ നിങ്ങൾ പരിചയമില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇന്ന നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന ഇളയനെ മോനാണ് ഉഷാർ തന്നെ എന്ന മട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചിടും അല്ലെ? ഇന്ന ജാതി ഇന്ന മതം എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിച്ചിടും. അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ അയാളെ തികച്ചും പുതിയ ഒരാളായിട്ട് കാണുന്നേ ഇല്ല. പുതിയ ആളെ കാണാനുള്ള മടി കൊണ്ടാണ് നിങ്ങൾ അയാളെ മറ്റു പലതുമായി ബന്ധിപ്പിച്ച് കാണുന്നത്. ഇവിടെ അതല്ല, തികച്ചും പുതിയ ആളാണ്. ചരിത്രമില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ ആൾക്കൂട്ടത്തിലെ ഭാഷ നോക്കി അറിയാം. അത് മലയാള സാഹിത്യത്തിൽ അന്ന് വരെയുള്ള ഒരു ഭാഷയുമല്ല. അത് ആനന്ദ് അതിന്റെ കത്തിൽ പറയും, ഞാൻ ഈ ഭാഷ മുഴുവൻ മാറ്റി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. കാരണം മലയാളത്തിലെ ഭാഷ നോക്കിയാല് സംബോധന നീയുണ്ട്, നിങ്ങളുണ്ട്, അങ്ങുണ്ട്, താങ്കളുണ്ട്. ഞാനിതൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ എന്ന് മാത്രമേ. കാമുകന്മാരും നിങ്ങൾ പരസ്പര ബഹുമാനത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഭവതി എന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തള്ളിയിട്ടുള്ള സത്യം. എന്തായാലും നിങ്ങൾ തുല്യ അത്രയും എനിക്കൊന്ന് മലയാളത്തിൽ ഈ ആൺപെൺ ബന്ധത്തെ തുല്യ നിലയിൽ സ്ഥാപിച്ച ആദ്യത്തെ എഴുത്തുകാരാണ്. ക്യാമ്പസിലൊക്കെ ജീവിച്ച നമുക്കറിയാലോ. ആ നിലയിൽ തികച്ചും പുതിയ, അതുകൊണ്ട് സണ്ണി കവികളുടെ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂഡൽ ഭാഷ സമ്പൂർണമായി ഇല്ലാതാക്കിയ ആദ്യത്തെ എഴുത്തുകാരനാണ്. കാരണം അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ MTയുടെ മോശം എന്ന് പറയുന്നില്ല, അതിനകത്തൊക്കെ നമ്മൾ അതിലെ ഒരു വള്ളുവരാൻ ഡയറക്റ്റ് പറയാം, മോശം ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇത് ദാർശനികമാക്കാൻ വേണ്ടിയിട്ടത്. ഫിലോസഫി നിങ്ങൾക്ക് വള്ളുവരാടൻ ഭാഷയിൽ പറയുമ്പോൾ അവിടെ ഒതുങ്ങിപ്പോകും. ഇത് ഒരേ സമയം ദേശം
അതായത് കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളോ അല്ലാതെ ഇന്ത്യയെ മുഴുവൻ വിഭാവനം ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഷയാണത്. അതേസമയത്ത് പാസ്റ്റിനോട്, ഭൂതകാലത്തോട് സമ്പൂർണ്ണമായി നിരാകരിക്കുന്നു. അത് അച്ചടി ഭാഷയാണ് ഏറെക്കുറെ. അതുകൊണ്ട് നമുക്ക് വലിയ വിഷമമുണ്ടാവും അല്ലേ, അതിനകത്ത് വൈകാരിക സംവേദനക്ഷമത കുറയാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത്തരത്തിലൊരു ഭാഷ കൊണ്ടാണ് ആൾക്കൂട്ടം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ആൾക്കൂട്ടം മൾട്ടി പെർസ്പെക്റ്റീവാണ്. ആൾക്കൂട്ടത്തിൽ 6 കഥാപാത്രങ്ങളുണ്ട്, മുഖ്യ കഥാപാത്രങ്ങൾ. 6 പേരും 6 പോയിന്റ് ഓഫ് വ്യൂവില്ല. ഇതിൽ ആരാണ് ശരി നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റത് അങ്ങനെയല്ല. ഇപ്പം ചന്തുമേനോൻ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിൽ മാധവന്റെ പക്ഷം മാധവൻ തന്നെയാണ് ചന്തുമേനോൻ നമുക്കറിയാം. പറഞ്ഞു വരുമ്പോൾ 18-ാം അധ്യായത്തിൽ ആർഗ്യുമെന്റ് വക്കീലിൽ വെച്ച് വാദിക്കുകയാണ്. മാധവൻ ജയിച്ചാൽ ചന്തുമേനോൻ ജയിച്ചു. ഇതിലങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം 6 പെർസ്പെക്റ്റീവിനെയും 6 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോവൽ പഠനത്തിൽ പറയാം. 6 പോയിന്റ് ഓഫ് വ്യൂവിനെയും ഒരേപോലെ ഈക്വലി വാലിഡ് എന്ന് പറയാവുന്ന പൊസിഷനിൽ അദ്ദേഹം നിർത്തിയിട്ടുള്ളത്. സത്യം പലത് എന്ന് ഖസാക്കിലാണ് പറഞ്ഞെങ്കിലും, ഖസാക്കിലാണ് സത്യം പലതെന്ന് പറഞ്ഞെങ്കിലും ആധുനിക അർത്ഥത്തിൽ സത്യം പലതാണ്. ലളിതക്ക് ലളിതയുടെ സത്യം, രാധയ്ക്ക് രാധയുടെ സത്യം, ജോസഫിന് ജോസഫിന്റെ സത്യം, സുനിലിന് സുനിലിന്റെ സത്യം, അങ്ങനെയൊക്കെയാണ്. ഇതിനെ വളരെ പ്രധാനപ്പെട്ട യൂറോപ്യൻ അല്ലെങ്കിൽ റഷ്യൻ നോവൽ പഠിതാവ് മിഖായിൽ ബാക്തിൻ ബഹുസ്വരം എന്നൊരു വാക്കുപയോഗിക്കും. കാരണം എഴുത്തുകാരന്റെ സ്വന്തം ഏകമുഖമായ ശബ്ദമില്ലാതിരിക്കുക, വിവിധ ശബ്ദങ്ങൾക്ക് തുല്യത കൊടുക്കുക. അതാണ് വലിയ സമൂഹമുള്ളത്. ഞാൻ എഴുതിയാൽ അവിടെ എഴുത്തുകാരൻ മരിക്കുക, ആ അർത്ഥത്തിൽ എഴുത്തുകാരൻ മരിക്കുന്നു. നമ്മൾ എഴുത്തുകാരൻ മരിച്ചു എന്ന് പറഞ്ഞൊരു വാക്യം ഉപയോഗിക്കും. എഴുത്തുകാരൻ മരിച്ചു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ എല്ലാവരുടെയും ശബ്ദം ഉണ്ടെന്ന് അർത്ഥം. അതിൽ എന്തിനെങ്കിലും ഒന്നിനോട് ആണെന്ന് പിന്നീട് അങ്ങ് അവിടേക്ക് പോകുന്നില്ല കേട്ടോ, വേറെ കാര്യം. പക്ഷെ ഇവിടെ എല്ലാറ്റിനും തുല്യ രീതിയിൽ അദ്ദേഹം കാണുന്നത്. മാത്രമല്ല സ്വാതന്ത്ര്യം തന്നെ ഒരു ഈ സ്വാതന്ത്ര്യം എന്നുള്ളൊരു വാക്ക് വല്ലാത്തൊരു വാക്കാണല്ലോ ഈ സ്വാതന്ത്ര്യം എന്നുള്ളത്. നമുക്ക് ദേശീയ സ്വാതന്ത്ര്യം എന്നുള്ളൊരു വാക്കാണ് നമുക്ക് സ്വാതന്ത്ര്യമെങ്കിലും അസ്തിത്വവാദത്തിന്റെ കാലഘട്ടം അത്ര ജീവിച്ച ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും 70-80കളിലെ ആളുകളാണ്. അപ്പോൾ അപരരാണ് നരകം എന്നാണ് സാർത്ത് പറഞ്ഞത്. ഹെൽ ഈസ് അതേഴ്സ്. മറ്റുള്ളവരില്ലെങ്കിൽ ഈ ലോകം എന്തൊരു സുഖമായിരിക്കും. രാവിലെ വിശക്കുന്നവരെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം, മറ്റുള്ളവർ ഇല്ലെങ്കിൽ. അപ്പോൾ ഹെൽ ഈസ് അതേഴ്സ് എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരാണ് നരകം. അപ്പോൾ എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ഈ അപരം, മറ്റുള്ളവർ. എന്നാണ് സാർത്തറിന്റെ അക്കാലത്ത് വളരെ പ്രസിദ്ധമായ ആശയം. അപ്പൊ ഇവിടെ ആ 6 കഥാപാത്രങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 47 ആഗസ്റ്റ് 15-ന്. 58-62 കൊല്ലക്കാലമാണ് ഈ ആൾക്കൂട്ടത്തിന്റെ പിന്നെ അതിൽ ചിത്രീകരിക്കുന്ന കാലം. സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം നമ്മൾ കാത്തുനിന്നു ഇന്ത്യ വിമോചിതമാകും എന്ന് വെച്ചാൽ എല്ലാവരും സ്വതന്ത്രരാകും, അവരെ ഇച്ഛിക്കുന്ന മട്ടിൽ ജീവിക്കാൻ അവർക്ക് സാധിക്കും എന്ന്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ചെറുപ്പക്കാരാണ് അന്നത്തെ ആണിതിൽ. അന്ന് 36 ജനിക്കുന്നത് അല്ലേ, അദ്ദേഹത്തിന്റെ 36 58 22 വയസ്സ്. അപ്പൊ ആ ചെറുപ്പത്തിന്റെ പ്രായം, ആ തുല്യപ്രായത്തിലായിരുന്നു ഷാളുള്ളത്. അവരെല്ലാം തങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ആൾക്കൂട്ടം വിളിക്കുന്നത്. ആൾക്കൂട്ടം എന്ന് വെച്ചാൽ പാരമ്പര്യമാണ്. ഒരു സമയത്ത് അത് പാരമ്പര്യമാണ്, മറുവശത്ത് ഗതാനുഗതിക ജീവിതമാണ്. പഴയതുപോലെ തന്നെ ജീവിക്കുക, നിന്റെ സ്വാതന്ത്ര്യം കളയുക, തിരിച്ചു പോരുക എന്ന് നിരന്തരം ക്ഷണിക്കുന്ന, സ്വാതന്ത്ര്യം കളയാൻ വേണ്ടി ക്ഷണിക്കുന്ന ഈ ആൾക്കൂട്ടത്തിന്റെ ആകർഷണത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ അവർ ശ്രമിക്കുന്നത്. ആ ലോഡ്ജിൽ താമസിക്കുന്ന ആളുകളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അവസാനത്തെ സംഭവിക്കുന്ന അവസാനം ഈ ആൾക്കൂട്ടത്തിന്റെ ആകർഷണത്തിൽപ്പെട്ട് അവസാനം ഭാഗം ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഏറ്റവും മനോഹര ഭാഗമാണ്. അതിനകത്ത് ഈ സുനിൽ എന്ന് പറയുന്ന കഥാപാത്രം, ഇന്നിപ്പോ കഥാപാത്രമായിട്ടുള്ള അന്ന് ക്യാമ്പസുകളിലൊക്കെ അത്യാവശ്യം സുനിൽമാരുണ്ടായിരുന്നു അല്ലേ. ഒരു ചായ ഓർഡർ ചെയ്താൽ കാപ്പിക്ക് ഓർഡർ ചെയ്യണം, ചായ ഓർഡർ ചെയ്യണം, അതിന് ആലോചിക്കാൻ 5 മിനിറ്റ്, അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. പരിപ്പോടൊക്കെ വേണം, പഴംപൊരി, അതിന് ദാർശനിക പ്രശ്നമാണ്. സുനിൽ അങ്ങനെയാണ്. ആ എന്തൊരു മനോഹര, എത്ര എനിക്കൊന്ന് ഇന്ത്യൻ ലോകസാഹിത്യത്തിനെയും കുറവാണ്. അത്രയും ലോലവും സൂക്ഷ്മവും സംശയാസ്പദവും മൗലികവും. സംശയമുള്ള ആൾക്കാർ മൗലികത ഉണ്ടാവും. അത്രയും മൗലികമാണ്. കാരണം ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യം എടുക്കുന്നത്. അത്തരം കഥാപാത്രത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് സുനിൽ ബംഗാളിയാണ്. നമ്മുടെ പഴയ 19ാം നൂറ്റാണ്ടിൽ ബ്രഹ്മസമാജം മുതൽ വരുന്ന വലിയ എൻലൈറ്റ്മെന്റ് പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന സുനിൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് അദ്ദേഹം ഇതിനകത്തെ കൊണ്ടുവരാൻ വേണ്ടി. അതേപോലെ പ്രേം എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അത് ഇന്ത്യ വിഭജനത്തിന്റെ വേദനകൾ മുഴുവൻ ഏറ്റുവാങ്ങിയ ദമ്പതികളുടെ മകനാണ്. 47 അവിടെ ഉണ്ടത്. അവിടെ ഒരു ഡ്രൈവറായി പോകുന്ന ഒരു മലയാളിയുടെ മകൾ ലളിത, അവൾക്കാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു അസ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യം എന്താണത്, പക്ഷെ എങ്കിലും ഒരു അസ്വാതന്ത്ര്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്വാതന്ത്ര്യം ഉത്തരവാദിത്തമായതുകൊണ്ട് ആ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് ഞാൻ സ്വസ്ഥമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്ന, അതും അതിനെ അംഗീകരിക്കുന്നു അദ്ദേഹം. സമരോത്സുകരായ ആളുകൾ ഇപ്പൊ ഒന്ന് നോക്കുമ്പോൾ ആൾക്കൂട്ടം അക്കാലത്തും അല്ലെ, ഇതൊക്കെ വെറും ദാർശനികമായ
ഒന്ന് മാത്രമായിട്ട് രാഷ്ട്രീയമില്ലെന്നാണ് വിചാരിച്ചത്. സൂക്ഷിച്ചു വായിച്ചപ്പോഴാണ് ഖസാക്കിൽ രാഷ്ട്രീയമുണ്ട്, ഖസാക്കിലൊരു സമൂഹം ഉണ്ടെന്നും ഒക്കെ നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുന്നത്. എന്നതുപോലെ ആൾക്കൂട്ടത്തിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്, പ്രത്യക്ഷ രാഷ്ട്രീയമുണ്ട്. കാരണം 1960 ധാരണ 1961 ഇന്ത്യയിൽ നടക്കുന്ന സുഗോൾസന്റെ പുസ്തകത്തിൽ പറയും, ഇന്ത്യയിൽ ആദ്യത്തെ കേന്ദ്ര സർവീസ് സംഘടനാ ജീവനക്കാരുടെ സമരം. ആ സമരത്തിൽ പങ്കാളികളായി ഈ രണ്ട് പ്രധാന നായകർ. ഇതിൽ നിന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ജോസഫും അവിടുത്തെ രാധ എന്ന് പറയുന്ന ഈ രണ്ടുപേരും ഈ സമരത്തിൽ പങ്കാളികളാണ്. ഈ ജോസഫ് ആകട്ടെ ഏകദേശം ആനന്ദിന്റെ ഛായ പറയാം, മലയാളിയാണ്. ഈ കേരളത്തിൽ അപ്പോൾ വിമോചന സമരം നടക്കുന്നവയിൽ പറയും ജോസഫ് വിമോചന സമരത്തിനെതിരായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഈ സമരം പരാജയപ്പെട്ടപ്പോൾ, ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജീവനക്കാരുടെ സമരം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇനിയൊരു മുന്നേറ്റം സാധ്യമല്ല എന്ന നിലയിൽ പിൻവാങ്ങി. അങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ പോകുന്നത്. ആൾക്കൂട്ടത്തിന്റെ ഈ കാരണം സമരം കൊണ്ട് അതിനെ എതിർക്കാൻ ശ്രമിച്ച അവിടെ ആൾക്കൂട്ടം എന്ന് പറയുന്ന ആധുനിക പ്രവണതയിൽ രണ്ട് തലം ഞാൻ പറയാം. ഇത് ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പോയാൽ. കാരണം ആൾക്കൂട്ടം തന്നെയാണ് നമുക്ക് ഏറ്റവും വായിക്കാവുന്ന ഒരു കാര്യം. ബാക്കിയൊക്കെ അതില് ഈ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഈ പുതിയ ആൾക്കൂട്ടം വന്നപ്പോൾ, പുതിയ ആൾക്കൂട്ടം എന്ന് വെച്ചാൽ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഊരും പേരും ഇല്ലാത്ത ഈ വലിയ അരാജകരായ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം വന്നപ്പോൾ അന്നത്തെ യങ് ഹെഗേലിയൻസ്, ഹെഗലിന്റെ ശിഷ്യരായ നത്തകേന്ദ്രർ, അവർ പറഞ്ഞു ഇവരെ പോലുള്ള ആളുകൾ വന്നാൽ ലോകം നശിക്കും. നമ്മളെ പോലുള്ള ബുദ്ധിജീവികളാണ് ഇനി ലോകം ഉണ്ടാക്കേണ്ടത്. തത്വചിന്തകരുണ്ടാക്കുന്ന ഈ ലോകത്തിന് വലിയ സ്വൈരക്കേടാണ് ഈ ആൾക്കൂട്ടം. ആൾക്കൂട്ടം വിമോചനത്തിനെതിരാണ്. ഇതാണ് നിലപാട്. ഈ നിലപാടിനെതിരെ സംസാരിച്ച ആള് സാക്ഷാൽ കാൾ മാർക്സാണ്. കാൾ മാർക്സ് പറഞ്ഞ അങ്ങനെയല്ല, ട്രേഡ് യൂണിയനാണ് വന്നിരിക്കുന്നത്, ഫാക്ടറി തൊഴിലാളികളാണ്, നാളത്തെ വിപ്ലവ ശക്തിയാണ്. ഇതാണ് ആൾക്കൂട്ടത്തിന്റെ രണ്ട്. ഈ ആൾക്കൂട്ടത്തിനുള്ള നോവൽ നോക്കിയാൽ നിങ്ങൾ രണ്ടും കാണും. ട്രേഡ് യൂണിയനായി സംഘടിക്കുന്ന ആൾക്കൂട്ടം കാണും, അരാജകരായിട്ട് മാറുന്ന ആൾക്കൂട്ടം കാണും. അവസാനം 1962 ചൈനീസ് ആക്രമണത്തിന്റെ കാലത്ത് അന്ന് റിപ്പബ്ലിക് ദിനം അന്ന് ആഘോഷിച്ചില്ല ഇന്ത്യ. അതിന്റെ തലേ ദിവസം പിന്നെ സെക്കൻഡ് ഷോന് അത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് ഈ റിപ്പബ്ലിക്കിനെ കുറിച്ചോ ലോകത്തെ കുറിച്ചോ ഒന്നും ആലോചിക്കാതെ രസിച്ചു നടക്കുന്ന ഒരു ആൾക്കൂട്ടത്തിൽ ചെന്നിട്ടാണ് ഈ സുനിൽ അവസാനിക്കുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? മാർക്സ് പറഞ്ഞ വിമോചകരായി തീരുന്ന ആൾക്കൂട്ടം, അല്ലെ, വിമോചകരാകുന്ന ആൾക്കൂട്ടം, തൊഴിലാളി വർഗമായി തീരുന്ന ആൾക്കൂട്ടം. അതായത് കാരണം യാഥാർത്ഥ ശേഷിയുള്ള ആളുകളാണ് നാളെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടിയിട്ടാണ്. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ അതേ ആൾക്കൂട്ടമാണ് ഫാഷിസത്തെ ഉണ്ടാക്കിയത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ 62 കണ്ട ആൾക്കൂട്ടം നമ്മൾ ഇന്ന് എവിടെ എത്തി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അഭയാർത്ഥികളിൽ എത്തുമ്പോൾ അത് കുംഭമേളയുടെ ആൾക്കൂട്ടായിട്ട് മാറും. അഭയാർത്ഥികളിൽ എത്തുമ്പോൾ രാംലീല ഗ്രൗണ്ടിലെ ആൾക്കൂട്ടായിട്ട് മാറും, ഗംഗാ തീരത്ത് ആൾക്കൂട്ടായിട്ട് മാറും. അതുകൊണ്ട് ആൾക്കൂട്ടം എന്നുള്ള ആനന്ദിന്റെ ആ വിമർശനം സത്യത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യവൽക്കരണത്തിനെതിരായിരിക്കുന്ന എന്താ പറയുക സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ ആദ്യത്തെ പ്രതിനിധാനമായിട്ട് അദ്ദേഹം ആൾക്കൂട്ടത്തെ കാണുന്നു. ഇത് അദ്ദേഹം മാത്രമല്ല, ആൾക്കൂട്ടത്തെ കുറിച്ച് ആദ്യമായിട്ട് സങ്കല്പിക്കുന്ന ആണിത് മാത്രമൊന്നുമല്ല, മാസ് സൈക്കോളജി ഓഫ് ഫാസിസം അറിയുന്ന ആളുകളാണ് അല്ലേ. മാസ് സൈക്കോളജി ഓഫ് ഫാസിസം, ഫാസിസത്തിന്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന് പറഞ്ഞ് വില്യം റീഹിന്റെ പുസ്തകമാണ്. എങ്ങനെയാണ് ഹിറ്റ്ലർക്ക് ഇത്രയധികം ആളുകളെ അദ്ദേഹത്തിന്റെ കൂടെ നിർത്താൻ കഴിയുന്ന പറയുന്നത് ഫാസിസമാണ്, എന്നിട്ട് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ യുക്തിപരമല്ല. അതിൽ സംഭവിച്ചെന്താ? ജർമ്മനിയും ഇംഗ്ലണ്ടും ഫ്രാൻസും ഉൾപ്പെടുന്ന പശ്ചിമ യൂറോപ്പാണ് വ്യവസായവൽക്കരണത്തിൽ ഏറ്റവും മുമ്പിലുള്ളത്. വിപ്ലവം ആദ്യം നടക്കേണ്ട അവിടെയാണ്, നമ്മുടെ പഴയ കണക്കുപ്രകാരം. കാരണം മുതലാളിത്തം ഏറ്റവും വികസിച്ചെടുത്താണ് വിപ്ലവം നടക്കേണ്ടത്, എങ്കിൽ അവിടെയാണ് വിപ്ലവം നടക്കേണ്ടത്. പക്ഷെ അവിടെ എന്താ നടന്നത്? ഫാസിസമാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും വന്ന ഫാസിസമാണ്. അത്ര പുരോഗമിക്കാത്തിടത്താണ് റഷ്യയിൽ വിപ്ലവം വന്നത്. അതുകൊണ്ടാണ് ഗ്രാംഷി റവല്യൂഷൻ അഗേൻസ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. റഷ്യയിൽ നടന്നത് ക്യാപിറ്റലിനെതിരെയുള്ള വിപ്ലവമാണ്. എന്ന് വെച്ചാൽ മാർക്സ് ക്യാപിറ്റലിൽ സങ്കല്പിച്ച മൂലധന വളർച്ചയുടെ യുക്തിയിലല്ല, രാഷ്ട്രീയ സംഘാടനത്തിന്റെ ശക്തിയിലാണ് അവിടെ വിപ്ലവം ഉണ്ടായതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ സംഘാടനത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം. അപ്പോൾ വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ വലിയ ഈ മുന്നേറ്റം എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്ന വിമോചനത്തിന്റെ ഒരു ജനക്കൂട്ടത്തെ അല്ല, പകരം ഫാസത്തിന്റെ ഒന്നായി തീരാം എന്നുള്ള. അതുകൊണ്ടാണ് സോഷ്യലിസമോ അനാർക്കി എന്നൊരു ചോദ്യം ഇപ്പോൾ അടുത്ത കാലത്ത് ചോദിക്കുന്നത്. നമ്മൾ ഈ നയിക്കപ്പെടുന്നത് സോഷ്യലിസത്തിലേക്കാണോ അല്ല സമ്പൂർണ്ണമായ രാജകത്വത്തിലേക്കാണോ എന്ന ചോദ്യം. സോഷ്യലിസ്റ്റ് അനാർക്കിയെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ഫാസിസ്റ്റ് അനാർക്കിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് 1930-കളിൽ വരുന്നത്, അതുകൊണ്ട് റീഹിന്റെ പുസ്തകം വരുന്നത് ഇദ്ദേഹത്തിന്റെ ഈ നോവൽ വരുന്ന തൊട്ട് പിന്നാലെയാണോ അത് പ്രസിദ്ധീകരിക്കുന്നതിന് 10 കൊല്ലം 60-ൽ.
എലിയാസ് കനേറ്റി അന്നത്തെ വായനക്കാർക്ക് അറിയുന്ന ഒരാളാണ്. ക്രൗഡ് ആൻഡ് പവർ എന്ന് പറയുന്ന ഒന്ന്, എങ്ങനെയാണ് മതം ഒരു ആൾക്കൂട്ടായിട്ട് മാറുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ആൾക്കൂട്ടായി മാറുന്നത്, ഇന്ന് വളരെ വ്യക്തമല്ലേ. നമ്മുടെ സൈബർ ആൾക്കൂട്ടല്ലേ ഇന്നുള്ളത്. നിങ്ങൾ കടന്നൽ എന്നാണ് പറയുന്നത്, കാരണം ഞാനത് അത്ര വലിയ കണ്ട് അനുഭവിക്കുന്ന മാത്രമേ. അപ്പോൾ ആൾക്കൂട്ടം ഇന്ന് ബോംബെയിൽ കണ്ട ആൾക്കൂട്ടമല്ല, ഇപ്പോൾ സൈബർ ആൾക്കൂട്ടങ്ങളാണ്. ആ സൈബർ ആൾക്കൂട്ടങ്ങൾ ദൃശ്യവും അദൃശ്യവുമാണ്. അത് മതത്തിൻ്റെ ആൾക്കൂട്ടമാണ്, അത് ആചാരങ്ങളുടെ ആൾക്കൂട്ടമാണ്. നമുക്ക് അറിഞ്ഞൂടെ ഏതൊക്കെ തരത്തിലുള്ള ക്രിമിനൽ ആൾക്കൂട്ടങ്ങളാണ് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ അന്നത്തെ വിമോചിതരാകാൻ ശ്രമിക്കുന്ന വ്യക്തിയും ആൾക്കൂട്ടം തമ്മിലുള്ള ഈ സംഘർഷം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒന്നായിട്ട് വരുന്നു. അതുകൊണ്ട് ആൾക്കൂട്ടത്തിലുള്ള നോവലിലേക്ക് എത്തുമ്പോൾ ഈ ഇത് പരാജയപ്പെടുന്നതായിട്ടാണ് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷെ പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് സ്വാതന്ത്ര്യ ഉപേക്ഷിച്ചൊന്നും അർത്ഥമില്ല. പരാജയപ്പെട്ടു ഇപ്പൊ നോവലിലെല്ലാം വിജയിച്ച് കാണിക്കണമെന്നില്ലല്ലോ, അത് നമുക്ക് പിന്നീട് വരാതില്ലേ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത 74 പബ്ലിഷ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് അടുത്ത ബന്ധു സഹോദരന്റെ ഒരു മരണമാണ്. ഇങ്ങനെ പറയുന്ന കാര്യമില്ലല്ലേ, എഴുത്തുകാരന്റെ മരണം എന്ന് പറയുന്നത്. മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ള നോവല് അന്ന് എന്തൊക്കെയാ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. KPF പറഞ്ഞൊക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വളർന്നത്. ഇന്നിപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ അതില് തൊട്ടടുത്ത ആൾ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇതൊക്കെ അദ്ദേഹത്തിന് ജീവിതത്തിൽ സംഭവിച്ചതാണെന്നാണ് നേരിട്ട് പറഞ്ഞത്. അതായത് അത് ക്രിമേറ്ററി ഓഫീസിൽ ചെന്നിട്ട് അതിന്റെ മരണ സർട്ടിഫിക്കറ്റ്, മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണം. ആലോചിക്കണം അല്ലേ, മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടിയാണ് നടക്കുന്നത്. നടക്കുമ്പം സർട്ടിഫിക്കറ്റിന് പോകുമ്പോൾ ഓരോ ആദ്യം പിന്നെ അസ്ഥികൂടം അതില്ലാതായി. കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആ 30 റുപ്യയുടെ റെസീറ്റ് ഉണ്ടായിരുന്നു. ആ റെസീറ്റ് ഒരു ക്ലർക്ക് വാങ്ങി വെച്ച് 10 റുപ്യൻ്റെ റെസീറ്റ് കൊടുത്തു. അവസാനം നോക്കുമ്പോൾ 10 റുപ്യൻ്റെ റെസീറ്റും ഇല്ല. ഈ റെസീറ്റ് എന്ന ക്ലർക്ക് മാറുകയും ചെയ്തു. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ഇയാളുടെ ബന്ധുവിന്റെ മരണം, അത് നൽകുന്ന വലിയ വിഷാദം, ഏകാന്തത, ജീവിതത്തെക്കുറിച്ചുള്ള ജീവിത മരണം തന്നെയാണെന്നുള്ള തോന്നൽ, ഇതൊക്കെ വരുമ്പോൾ ഇയാൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി 3 പ്രധാന കഥാപാത്രങ്ങൾ വരും. അതിലൊന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹിതനാണ്. അത് കാണുന്നതിന്റെ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചാണ് അവിടെ തോന്നുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹിതനാണ്. രണ്ടാമത്തെ ആൾ കെമിസ്റ്റാണ്. മൂന്നാമത്തെ ലൈബ്രറിയനാണ്. വായിച്ചാളെന്നറിയാം. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹിതൻ എല്ലാറ്റിനും മുമ്പിൽ നിൽക്കുന്നുണ്ട്. അന്നത്തെ ഏകദേശം യുക്തിയിലാണ്. അവസാനം ഇയാൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹിതന് ഹൃദ്രോഗമാണ് എന്ന് തിരിച്ചറിയാം. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ആലോചിക്കുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹിതൻ മരിച്ചാൽ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ വിവരം വീട്ടിൽ പോയി പറയേണ്ടി വരും ഞാനാണോ. ഇദ്ദേഹം എന്താ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ സ്നേഹിതൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധു മരിച്ചു എന്നാണല്ല. ഹംഗറിയിൽ സോവിയറ്റ് യൂണിയന്റെ ഇടപെടൽ, 1968 ചെക്കോസ്ലോവാക്യയിൽ സോവിയറ്റ് യൂണിയന്റെ ഇടപെടൽ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്ന പോലെ വിമോചനത്തിന് വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നക്സലിസമായിട്ട് ഒരു കൊലപാതകത്തിന്റെ ആഭിചാരമായിട്ട് മാറിയ അവസ്ഥ ബംഗാളിൽ. ഇതൊക്കെയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഒരു ആന്തരിക രോഗമുള്ള ഒന്നായിട്ട് പറയുന്നത്. അദ്ദേഹം എനിക്കൊന്ന് 80കൾ വരെയുള്ള എഴുത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സമ്പൂർണ്ണ തള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പൂർണ്ണമായും അദ്ദേഹം അതിന്റെ അടിസ്ഥാനങ്ങൾ തള്ളി പറയുന്നില്ല, പക്ഷെ അതിന്റെ പ്രയോഗങ്ങൾ അദ്ദേഹം തള്ളി പറയുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്നേഹിതൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ അദ്ദേഹം അതിന്റെ ആന്തരികമായ വൈരുദ്ധ്യമാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ലൈബ്രറിയൻ അവസാനം ലൈബ്രറിക്ക് തീപിടിക്കുന്നത് കാണുന്നുണ്ട്. അതിപ്പോ നെയിം ഓഫ് എക്കോന്റെ നോവലും എക്കോന്റെ നോവൽ കാണും. ലൈബ്രറിക്ക് തീപിടിക്കുന്നത് ചരിത്രം തന്നെ ഇല്ലാതാകുക എന്ന അർത്ഥം. ചരിത്രം സമാശ്വസിപ്പിക്കുമ്പോൾ ചരിത്രം തന്നെ ഇല്ലാതാവുന്നു അടുത്ത ഘട്ടത്തിൽ. കെമിസ്റ്റ് അവസാനം പറയുന്നുണ്ട്, ഈ അവസാനം അവിടെ കെമിസ്റ്റ് ഒരു ക്യാൻസറിന്റെ ഒരു മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം വിഷത്തിൽ നിന്നാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാലത്ത് വിമോചിപ്പിക്കും സമ്പൂർണ്ണമായി എന്ന് പറയുന്ന സയൻസിനെ പോലും ചോദ്യം ചെയ്യേണ്ടതാണെന്നുള്ള 3 കാര്യങ്ങളായി വരുന്നത്. ഒരേ സമയം പ്രബുദ്ധതയിൽ, മോഡേണിറ്റിയിൽ നമ്മൾ സഹായകരമായി കരുതിയിരുന്ന വിമോചന സങ്കല്പങ്ങളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സയൻസ്, ഹിസ്റ്ററി, ഈ 3നെയും നിരാകരിക്കുന്നതല്ല, പ്രശ്നത്തിന്റെ മേഖലയിലെത്തും. അവിടെ അദ്ദേഹത്തിന്റെ ഈ കെമിസ്റ്റിന്റെ വീട്ടിൽ അദ്ദേഹം പോകുമ്പോൾ, കെമിസ്റ്റിന്റെ വീട്ടിലെ വാതിൽക്കൽ അയാളിങ്ങനെ പോകുമ്പോൾ യാദൃച്ഛികമായിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ 6 അടി നീളത്തിൽ കറുത്ത നിറത്തിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ചാടി വെക്കുന്നത് കാണുന്നുണ്ട്. അത് ഒളിപ്പിച്ചു വെച്ച പോലെ ഏകദേശം ഉള്ളത്. അത് നമ്മൾ വായിച്ചു പോയ ഒന്നുമില്ല. പക്ഷെ ഗോവിന്ദൻ അതുമായി ബന്ധപ്പെടുത്തിയല്ല. ഗോവിന്ദൻ മറ്റൊരു ലേഖനത്തിൽ ഇദ്ദേഹത്തെ ഗോവിന്ദൻ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷെ അതാണ് നമുക്ക് ഇന്നറിയാം. അതിൽ ചാരു മജൂംദാറെ കുറിച്ച് പറയുന്നുണ്ട്. ചാരു മജൂംദാറാണല്ലോ ഇന്ത്യയിൽ, നമ്മൾ ആരും അതിന്റെ ആത്മാർത്ഥ്യമൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ
ഈ നേതാവിൻ്റെ കയ്യിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് ഈ ഓക്സിജൻ സിലിണ്ടറാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയും, ആ തൻ്റെ ജീവന്റെ കാര്യം വരുമ്പോൾ എല്ലാ വിപ്ലവകാരികളും ജീവനെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹികളാണ് എന്നും കൂടെ പറയും. അതെല്ലാവരെ ഇന്നത്തെ കാലത്ത് എവിടത്തേക്കും കൊണ്ടുപോകുന്ന ഒരു വാക്യമാണത്. അപ്പോൾ ആ നിലയിൽ ഓക്സിജൻ സിലിണ്ടർ ഒറ്റ പ്രയോഗത്തിലൂടെ ഹിസ്റ്ററിയിലേക്ക് അദ്ദേഹം അസ്തിത്വവും ചിന്തയും തമ്മിലുള്ള, അല്ലെങ്കിൽ ആന്തരികമായി നാം അനുഭവിക്കുന്നതും വിശ്വസിക്കുന്നതും ബാഹ്യപ്രവർത്തനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അതിൽ കൊണ്ടുവരുന്നത്. അത് മരണ സർട്ടിഫിക്കറ്റ് അത് നോവല് അവസാനം എനിക്ക് നമുക്ക് അപ്പോഴും വന്ന് പറഞ്ഞിരുന്ന നിരാശ ഉണ്ടാക്കുന്ന നോവലായിട്ടാണ്. പക്ഷെ എനിക്കത് ഏറ്റവും പ്രസാദാത്മകമായ നോവലായിട്ടാണ് തോന്നിയത്. അവസാനം ഇയാൾ ഈ മരണ സർട്ടിഫിക്കറ്റിനെ അന്വേഷിച്ചിട്ട് അവസാനം അയാൾ കണ്ടെത്തുന്നു മരണ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല. കാരണം ക്ലാർക്കുമാരെല്ലാം മാറിപ്പോയി, എല്ലാം പോയി. പക്ഷെ ഈ യാത്ര തുടരും. ഈ യാത്ര തന്നെയാണ് മരണ സർട്ടിഫിക്കറ്റ്. ഗംഭീരമായ വാക്യമാണ്. സർക്കാർ ഓഫീസിൽ അവിടെ അങ്ങനെ എടുക്കാം അല്ലേ? സർക്കാർ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് പോകുന്ന ആള് മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോടെ വെച്ചാൽ ഒരു പ്രശ്നമില്ല. കോടതി ഒക്കെ ഇത് ആവശ്യം. കാരണം ഒരു കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. കാഫ്ക ഉണ്ടാക്കിയത് നമുക്കറിയാം. ഒരു കാലത്തും എത്താത്ത വലിയൊരു അന്വേഷണമാണ് ഈ ക്യാപിറ്റലിസത്തിന്റെ ഈ നിയമലോകം എന്ന് ആദ്യം നമ്മളെ പഠിപ്പിക്കുന്ന 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ എഴുത്തുകാരൻ കാഫ്കയാണ്. ആ കാഫ്കയ്ക്ക് സങ്കേതത്തിലാണ് അത് പറയുന്നത്. യാത്ര അതിൽ തന്നെ അർത്ഥപൂർണമാണ്. ലക്ഷ്യം നേടിയാലും ഇല്ലെങ്കിലും എന്നുള്ളതിൻ്റെ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ സോഷ്യലിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം അത് നാളെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രവർത്തനം അതിൽ തന്നെ പൂർണ്ണമാണെന്നാണ്. അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. അത് പിന്നീടാണ് അഭയാർത്ഥികളിൽ എത്തുമ്പോൾ അത് കൂടുതൽ വിപുലമായിട്ട് മാറുന്നത്. അടുത്ത അദ്ദേഹത്തിൻ്റെ നോവല് നമുക്ക് ഫിലോസഫിക്കൽ നമ്മൾ സമയം എന്ന് പറയും. അടുത്ത നോവലിലേക്ക് ഒരു മുത്തരാണ്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ നോവലാണ്. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കുറേ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. സമ്പൂർണമായി ദേശസാൽക്കരിക്കപ്പെട്ട മനുഷ്യൻ നമ്മുടെ ഏകാന്തതകൾ മുഴുവൻ ഇല്ലാതാകുകയും നമ്മുടെ സ്വകാര്യതകൾ മുഴുവൻ ഇല്ലാതാകുകയും എല്ലാം സ്റ്റേറ്റ് നിങ്ങളുടെ രഹസ്യാത്മകതകളിലേക്ക് മുഴുവൻ സ്റ്റേറ്റ് കടന്നിരിക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യം ഇല്ലാതെ സ്റ്റേറ്റിന്റെ സർവൈലൻസിലാണ് 1984 എന്നുള്ള നോവൽ നമുക്കത് അറിയാം അല്ലെ? ബിഗ് ബ്രദർ ഈസ് വാച്ചിങ്, വലിയായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മോഡേൺ ടൈംസിൽ ചാപ്ലിൻ പറഞ്ഞതുപോലെ. അപ്പൊ ഈ നിലയിൽ അടിയന്തരാവസ്ഥയിൽ നിങ്ങൾ വെറും ഒരു പൽചക്രം മാത്രമാണ്, നിങ്ങളുടെ വ്യക്തിത്വമില്ല. അവിടെ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് ഇയാള് അതായത് അടിയന്തരാവസ്ഥയിൽ നാവെടുക്കൂ പണിയെടുക്കുന്ന പറഞ്ഞത്. ഇയാളോട് പറയുന്നത് നാവെടുക്കൂ പണിയെടുക്കൂ, ഈ കമ്പനിയുടെ തൊഴിലാളിയായിട്ട് ജീവിച്ചാൽ മതി. പക്ഷെ ഇയാൾക്ക് ഈ കമ്പനിയുടെ ഈ അച്ചടക്കത്തിന്റെയും ഈ അവരുടെ ഉത്പാദനത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച, വികസനത്തെ കുറിച്ച് മാത്രമാണ് ചർച്ച, പുരോഗതിയെ കുറിച്ച് മാത്രമാണ് ചർച്ച. മനുഷ്യനെ കുറിച്ചോ മനുഷ്യ ഹൃദയത്തെ കുറിച്ചോ മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ചോ ചർച്ചയില്ല. ആ ഘട്ടത്തിലാണ് അയാള്. അപ്പൊ അയാൾക്ക് രോഗമുണ്ട്. എന്താ രോഗം എന്ന് ചോദിച്ചാൽ ഈ വ്യവസ്ഥയോട് പൊരുത്തപ്പെടാതിരിക്കുന്നതാണ് രോഗം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു, അടിയന്തരാവസ്ഥ പോലത്തെ ഒരു കാലത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പറയുന്നത് ഒരു സമഗ്രാധിപത്യത്തിന്റെ കാലത്ത് ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണോ മാനസികാരോഗ്യമുള്ള ആളുകൾ, അതോ രോഗികളായി മാറുന്ന ആളുകളാണോ ആരോഗ്യമുള്ള ആളുകൾ? ചോദ്യം മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഈ അസ്തിത്വവാദികൾ ആയിട്ടുള്ള മനോവിശ്ലേഷകര് പറയുന്നൊരു കാര്യമുണ്ട്. ഈ മാനസിക രോഗമുള്ള ആളുകള് അവർ നമ്മൾ എക്സെൻട്രിക് എന്നാണ് വിളിക്കുക അല്ലേ? അവർ എക്സെൻട്രിക് ആവുന്നതിന്റെ കാരണം ലോകം സെന്ററിലല്ല, ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവർ എക്സെൻട്രിക് ആവുന്നതെന്ന് പറയും. അപ്പോൾ അവർ സെന്റർ ഓഫ് ഗ്രാവിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എക്സെൻട്രിക് ആവുന്നതെന്ന് പറയും. എന്നതുപോലെ രോഗത്തെ ഒരു രൂപകാക്കിയെടുക്കുകയും ഒരു ഏകാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യന്റെ ജൈവികത രോഗത്തിലാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം വെക്കുന്ന ആശയം. അതുകൊണ്ട് രോഗമാണ് സമഗ്രാധിപത്യ കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചെപ്പ് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ആശയം. ഇൽനസ്. അപ്പോൾ അതുകൊണ്ട് പരാജയപ്പെടുന്നു, രോഗിയാവുന്നു, മരിക്കുന്നു എന്നൊക്കെ നോവൽ, മോഡലിസ്റ്റ് നോവലിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചു എന്നല്ല, പ്രതിരോധിച്ചു എന്നർത്ഥം. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല. അഡോർണോ നെഗറ്റീവ് ഡയലക്റ്റിക്സ് എന്നൊരാശയം അഡോർണോ പറയും. ആധുനികതാവാദ കാലഘട്ടത്തിലെ കൃതികളിൽ കാണുന്ന ഈ വിഷാദം, മരണം, ഏകാന്തത തുടങ്ങിയവയെല്ലാം തന്നെ വ്യവസ്ഥയോടുള്ള കലഹത്തിന്റെ സൂചകങ്ങളാണെന്നും പ്രതീകങ്ങളാണെന്നും അതുകൊണ്ട് പൊരുത്തപ്പെട്ട ആരോഗ്യവാന്മാരായിരിക്കുന്ന വിജയിച്ചു പോകുന്ന നായകരിലല്ല, പരാജയപ്പെടുന്ന ആളുകളിലാണ് വിപ്ലവം കിടക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അത് അഡോർണോയുടെ ആശയമാണ്. അത് അദ്ദേഹത്തെ വായിച്ചിട്ടൊന്നുമല്ലെങ്കിലും ആനന്ദ ആ കൃതിയിൽ ഉത്തരായണത്തിൽ പറയും. അപ്പോൾ ഈ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അഭയാർത്ഥികളിലേക്ക് എത്തുമ്പോൾ
ഞാൻ ആദ്യമൊന്ന് പറയാം, ബാക്കിയുള്ള നോവൽ. അഭയാർത്ഥികളിലാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു മൗലിക ആശയം കൊടുക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, ബംഗ്ലാദേശിലെ അഭയാർത്ഥി പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് എഴുതുന്നത്. അതിനു മുമ്പ് തന്നെ, നോവലാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അഭയാർത്ഥികൾ എന്നൊരു കഥ എഴുതുന്നുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് 71-72 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം, ഗംഗയിലെ പാലം തുടങ്ങിയ കഥകൾ എഴുതുന്നുണ്ട്. ഈ കഥകൾ എഴുതുക, അതിനിടയ്ക്ക് എഴുതിയ അദ്ദേഹത്തിന്റെ മുക്തിപഥം പോലുള്ള ഗാന്ധിയെ മുൻനിർത്തിയുള്ള നാടകങ്ങൾ, അതിന് മുമ്പ് അത് സമാന്തരമായിട്ട് അദ്ദേഹം എഴുതിയ ചില പ്രബന്ധങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് ഗംഗാതടത്തിലെ ഗൗതമൻ എന്നൊരു പ്രമേയം അദ്ദേഹം ആ നോവലിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു അടിസ്ഥാന പ്രമേയമുണ്ട്. കാരണം ഗംഗാതടത്തിലെ തുടക്കം മുതൽ അവസാനം വരെ ഒരു രാംലീലയാണ്. ആ രാംലീലയുടെ ഇടയിലുള്ള മനോഗതങ്ങളാണ് ഗൗതമന്റെ. രാമൻ ഒരു വശത്തും ഗൗതമൻ മറുവശത്തുമാണ് അതിന്റെ ദ്വന്ദ്വം. ഇന്ത്യയിൽ ഇന്നും ആവശ്യമുള്ള ദ്വന്ദ്വമൊക്കെ രാംലീലയുടെ ഗ്രൗണ്ടാണത്. രാംലീലയുടെ പ്രദർശനം നടക്കുന്ന സ്ഥലമാണത്. കുംഭമേളയുടെ ഇടമാണത്. അതിനെ സംബോധന ചെയ്തുകൊണ്ട് ഗൗതമൻ ഒരു വശത്ത് നിൽക്കുന്നു. വളരെ പ്രത്യക്ഷത്തിൽ ഇന്ന് നമുക്ക് കരുതാവുന്ന മട്ടിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒരു പൂർവ്വദർശനം നടത്തുന്നുണ്ട്. ആ കാലഘട്ടമാണ് മെല്ലെ മെല്ലെ മതരാഷ്ട്രവാദം ഇന്ത്യയിലേക്ക് മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആനന്ദ് ഒരു എതിർപാതയിൽ സഞ്ചരിക്കുന്നത് നമ്മൾ നോക്കണം. പക്ഷെ അഭയാർത്ഥികൾ എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയം സത്യത്തിൽ KC വിശദീകരിക്കുന്ന വിചാരിക്കുന്നു. അസ്തിത്വവാദത്തിൽ നമ്മൾ സ്വതന്ത്രരാകുക എന്നുള്ളതാണ് അല്ലേ? സ്വാതന്ത്ര്യം അതിൽ തന്നെ ലക്ഷ്യമാണ്. സ്വാതന്ത്ര്യ ആശയം തുടക്കം തൊട്ട് തന്നെ ആനന്ദ് ഈ സ്വാതന്ത്ര്യ സങ്കല്പത്തെ തള്ളിക്കളയുന്നുണ്ട്. അതായത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന, എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ മോചിതരാകുന്നില്ല. തിരിച്ച് സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്നില്ലെങ്കിൽ നിങ്ങൾ അഭയാർത്ഥിയാണ് എന്നാണ് ആശയം. അതുകൊണ്ട് അഭയാർത്ഥി എന്ന് പറഞ്ഞ അർത്ഥം കേവലം ഓടിപ്പോകുന്ന ആളെന്നല്ല അർത്ഥം. അവിടെയാണ് ബുദ്ധന്റെ പ്രജ്ഞയും കരുണയും എന്നുള്ള ആശയമാണ് ഇതെടുക്കുന്നത്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധമാണ്. ഞാൻ അല്ലെങ്കിൽ ബുദ്ധിജീവി ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ജ്ഞാനിയാവുന്നു. ആ ജ്ഞാനം കരുണയായി സാമൂഹ്യബോധമായി തിരിച്ചു വരാത്തിടത്തോളം നിങ്ങൾ അഭയാർത്ഥിയാണ്. കാരണം അഭയാർത്ഥി എപ്പോഴും മറ്റൊരു സ്ഥലത്തോ മറ്റൊരു കാലത്തിലോ ആണ് തൻ്റെ അഭയം എന്ന് കരുതുന്ന ആളാണ്. അങ്ങനെയുള്ള നമ്മൾ അല്ലേ? ഏതെങ്കിലും ഒരു കാലം നാളെ വരും, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഭാവി തലമുറകൾ എപ്പോഴെങ്കിലും ചെയ്തോളും, ഞാനിപ്പോൾ സ്വസ്ഥമായി കൃഷിയും ഭാര്യയും കുട്ടികളെയും നോക്കി നിന്നാൽ മതി എന്ന് കരുതുന്ന കാലമുണ്ടല്ലോ. ആ കാലത്തെ അദ്ദേഹം അട്ടിമറിക്കുകയും പകരം വ്യക്തിക്കകത്ത് തന്നെ കാലം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ കാലസങ്കല്പം എന്ന് പറയുന്നത് ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യന് കാലബോധമുണ്ടെന്നുള്ളതാണ്. ഈ കാലബോധമാണ് സ്വാതന്ത്ര്യബോധം. കാലബോധമാണ് സ്വപ്നമായിട്ട് മാറുന്നത്. അദ്ദേഹം പറയുന്നത് അബോധരും തൃപ്തരുമായി ജീവിച്ചിരുന്ന മൃഗങ്ങളിൽ കാലം ഉദയം ചെയ്തു. കാലം എന്ന് പറഞ്ഞ അർത്ഥം ഇന്നല്ലാത്തൊരു ലോകത്തെ നാളെ സങ്കല്പിക്കാൻ കഴിയും. ഇതാണ് കാലം അല്ലേ? ഇന്നത്തെ ഇന്ത്യ കണ്ടിട്ട്, ഇന്നത്തെ ലോക വ്യവസ്ഥ കണ്ടിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുക എന്ന് പറയുന്ന ആൾക്ക് കാലമില്ല. നേരത്തെ മറ്റൊരു സൂചിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ ലോകത്തിൽ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും പിന്നൊക്കെ എനിക്കില്ലാത്ത കുറേ സാധനങ്ങൾ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ വർത്തമാനമാണ്. അവിടെ കാലമില്ല. അതിൽ ജീവിക്കുന്ന ആളുകൾ, അതിൽ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് കാലമില്ല. പക്ഷെ ഇതല്ലാത്തൊരു ലോകം സാധ്യമാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ അകത്തൊരു കാലം വേണം. ആ കാലമാണ് മരണ സർട്ടിഫിക്കറ്റിൽ വരുന്ന ആന്തരികമായ കാലം. ഈ കാലം ആന്തരികവൽക്കരിക്കുകയും ആ കാലത്തെ ആന്തരികവൽക്കരിച്ചിട്ട് ആ ബോധ്യത്തോടുകൂടി വർത്തമാനത്തിൽ ഇവിടെ എന്നാണ്. ആ ഗൗതമൻ, അതിനകത്ത് ഗൗതമൻ എന്ന് പറയുന്ന ബുദ്ധനല്ല, ഒരു തൊഴിലാളിയാണ്, ഒരു ദിവസക്കൂലിക്കാരനാണ് അദ്ദേഹം. ഗൗതമൻ പേരിട്ടത് ആലോചിക്കണം. മറ്റേ സിദ്ധാർത്ഥിൽ ഹെർമൻ ഹെസ്സെ ഒരു ബ്രാഹ്മണ യുവാവിനാണ് സിദ്ധാർത്ഥ എന്ന് പേരിട്ടതെങ്കിൽ ഇവിടെ ഒരു തൊഴിലാളി, അദ്ദേഹം കരാർ പണിക്കാരനായ ദിവസക്കൂലിക്കാരനായ തൊഴിലാളിയാണ്. ആ തൊഴിലാളി എന്താ ചെയ്യുന്നത്? തൊഴിലാളി ഗംഗാതടത്തിൽ ഗംഗക്ക് മറുകര ഉണ്ടാക്കാൻ നോക്കുക ചെയ്യുന്നത്. ഗംഗക്ക് ഒരു പാലം പണിയാനാണ് നോക്കുന്നത്. പഴയ കഥയാണ്. ഗംഗയിൽ പാലം പണിയാനാണ് നോക്കുന്നത്. പക്ഷെ എത്ര പാലം പണിതാലും പണിത് കഴിയുമ്പോഴേക്കും അക്കരെ ഇക്കരയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? റഷ്യൻ വിപ്ലവം, ഞാൻ എൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കാം. റഷ്യൻ വിപ്ലവം നടത്തി, വിപ്ലവം കഴിഞ്ഞപ്പോൾ അക്കരെ ഇക്കരയായി. ഓരോ വിമോചനങ്ങൾ നടത്തി, വിമോചനം കഴിയുമ്പോൾ വീണ്ടും മറ്റൊരു വിപ്ലവത്തിനുള്ള സമയമായി നടത്തും. അപ്പൊ ഈ നിലക്ക് മനുഷ്യൻ എത്രത്തോളം പ്രയത്നിച്ചാലും ശരി, എത്ര അക്കരെ കടന്നാലും ശരി, അക്കരെ നിരന്തരം ഇക്കരയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ചരിത്രം. മാത്രമല്ല, നിങ്ങൾ വിമോചിക്കപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഗൗതമൻ ഓരോരിക്കലും കൈക്കോട്ട് താഴുമ്പോഴും അവിടെ മരിച്ചുപോയ എത്രയോ കൊല്ലങ്ങളായിട്ട്, യുഗങ്ങളായിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന അസ്ഥികൂടങ്ങൾ അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ നിരർത്ഥകമാണ് എന്ന് തലയോടുകൾ നമ്മളോട് പറയും. കാരണം ഇതേപോലെ സ്വപ്നങ്ങൾ കൊണ്ട് ജീവിച്ചു പോയ ആളുകളാണ്.
പാലം പണിയെന്ന് പറഞ്ഞാൽ പാലം ഈക്കരയായിട്ട് മാറുന്ന പ്രക്രിയ നമ്മൾ കാണും. എങ്കിലും പ്രയത്നം തുടരുക. ഇതാണ് ഇത്ര ആഴത്തിൽ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ആരെങ്കിലും നമ്മൾ ഈ സോക്കോൾഡ് വിപ്ലവ വിജയ സാഹിത്യത്തെക്കാൾ ആഴത്തിലുള്ള. അതുകൊണ്ടാണ് ഈ 90 വയസ്സിൽ അദ്ദേഹം യുവാവായിരിക്കുന്നത്. കാരണം ആ പ്രയത്നം തുടരുക എന്നാണ്. എത്ര അക്കരെ ഇക്കരയായാലും സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഞാൻ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിടിച്ചു വിട്ടു അല്ലേ, അറിയാലോ. അപ്പൊ അത് കണ്ടിട്ടാണ് ഇവിടെ പാർട്ടി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ അറിയാലോ. മറ്റൊരു സ്ഥലത്തിലും മറ്റൊരു കാലത്തിലുമാണ് അഭയം എന്ന് കരുതുന്ന ആള് ഇന്ദ്രിയപരമായി അന്യവൽക്കരിക്കപ്പെട്ട ആളാണ്. കാരണം അയാൾ സ്വന്തം സ്ഥലത്തിലും സ്വന്തം കാലത്തിലല്ല ജീവിക്കുന്നത്. സ്വന്തം സ്ഥലത്തിലും സ്വന്തം കാലത്തിലും ജീവിക്കുന്ന ആൾക്ക് മാത്രമേ, അവരുടെ അധ്വാനത്തിന് മാത്രമേ ഈ ലോകത്തെ പച്ചപിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ഗൗതമന്റെ ആ കറുത്ത മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ കൈക്കോട്ട് താഴും. അവസാനം ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അയാൾ കൈക്കോട്ട് വീണ്ടും അധ്വാനിക്കാൻ അയാൾ ശ്രമിക്കുമ്പോൾ അത് ഒരു തൊഴിലാളിയായ ഗൗതമൻ കൂടിയാണ്. അത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അതിൽ പറയുന്നത്. അപ്പൊ അവിടെ അതിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം ഒരു ഗംഭീര കഥയാണ്. കൊണാർക്കിൽ പോയ ആളുകൾ ഉണ്ടാവില്ലേ അല്ലേ? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചാണ്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവിടെ പ്രതിഷ്ഠയില്ലെന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായി അത് ആ പ്രദേശം ബൗദ്ധ പ്രദേശം. പ്രതിഷ്ഠിക്കപ്പെടുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പ്രതിഷ്ഠയുടെ ആരാധകരായി മാറും. അത് മഹാത്മാഗാന്ധിയുടെ പ്രതിഷ്ഠയായാലും ശരി, ഗാന്ധി അതിലെ മുക്തിപഥത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന് ഉൾച്ചേർന്ന അതിൽ പറയുന്നുണ്ട്. അതായത് ദേശീയ പ്രസ്ഥാന ഗാന്ധിയെ വളരെ, ഒരുപക്ഷെ കാരശ്ശേരി അഭിമുഖത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ ആകെ ഒരൊറ്റ ഫോട്ടോ ആണത്തിന് വീട്ടിലുള്ളത് ഗാന്ധിയുടെ ഫോട്ടോ. അത്രയും ഗാന്ധിയെ വിലമതിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഗാന്ധിയെ പ്രതിമയാക്കുന്നതിനെതിരെ, ഗാന്ധിയെ ആരാധന വസ്തുവാക്കുന്നതിനെതിരെ ഏറ്റവും അധികം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലാണ്. അതിൽ ഇരിക്കുകയും നടക്കുകയും ചെയ്ത ഗാന്ധിയെ, നടക്കുകയും ചലിക്കുകയും ചെയ്ത ഗാന്ധിയെ ഇരിക്കുകയും നിർത്തുകയും ചെയ്തു നമ്മൾ എന്ന് പറയും. ഇപ്പൊ 5 വിളക്കിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് അല്ലേ, ചിലർ തിരുത്തിയിട്ടുണ്ട്, ഇപ്പൊ ഏകദേശം കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അപ്പോ ആ നിലയിലാണ് ഗാന്ധിയന്മാർ. അതുകൊണ്ട് ഗാന്ധിയന്മാരാണ്, ഗാന്ധിയന്മാര് ഇതൊക്കെ ലാക്ഷണികമാണ്. ഇപ്പൊ കമ്മ്യൂണിസത്തിനെതിരെയും ഗാന്ധിസത്തിനെതിരെയും അദ്ദേഹത്തിന്റെ വിമർശനത്തെ അതിനെ സമ്പൂർണ്ണം തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല, അതിന്റെ അടിസ്ഥാനങ്ങളെ നഷ്ടപ്പെടുന്നു പോകുന്നതിനെതിരെയാണ്. അപ്പൊ ആ ചലനമതം നഷ്ടപ്പെടുകയും ആ ചലനമില്ലാതെ നിശ്ചലമാക്കുമ്പോഴാണ് അദ്ദേഹം പ്രതിഷ്ഠ എന്ന് വിളിക്കുന്നത്. പ്രതിഷ്ഠിക്കപ്പെടുന്നതോടുകൂടി അത് ഒരു ആ പ്രത്യയശാസ്ത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവസാനിച്ചതാണ് നിങ്ങൾ കരുതുമ്പോഴും പ്രതിഷ്ഠയാണ് അല്ലേ. ഒരു കാലഘട്ടത്തോട് ഉത്തരങ്ങൾ മുഴുവനായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിഷ്ഠയാണ്. ഒരു നേതാവിൽ സത്യങ്ങൾ മുഴുവൻ കിടക്കുന്നുണ്ടെന്ന് കരുതി അത് പ്രതിഷ്ഠയാണ്, ആരായാലും ശരി. അപ്പൊ ഈ നിലയിൽ പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിരന്തരം ഉള്ള അന്വേഷണം നടത്തും, ചലിച്ചുകൊണ്ടേയിരിക്കും, ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നില്ല. അപ്പൊ ആ ശില്പി ഒരു പ്രതിഷ്ഠയിലും അവസാനിക്കാതെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശില്പിയെ അദ്ദേഹം സങ്കല്പിക്കുന്നുണ്ട്. ആ ശില്പി യഥാർത്ഥത്തിൽ ഈ പ്രയത്നം തന്നെയാണ്, സമൂഹത്തെ മാറ്റാൻ ശ്രമിക്കുന്ന ആൾ തന്നെയാണ്. പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം എന്ന് പറയുന്ന ആശയത ആനന്ദ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ എന്നുള്ള കൃതിയിലെ കുറച്ചുകൂടി നന്നായിട്ട് അത് പറയും. പുതുക്കപ്പെടാത്ത ദൈവങ്ങൾ പിശാചുക്കളായി മാറും. ഗംഭീരമായ വാക്യം അല്ലേ. അത് അതിന്റെ എവിടെയൊക്കെ ഉള്ളൂന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം പുതുക്കപ്പെടാത്ത ദൈവങ്ങൾ പിശാചുക്കളായി മാറുന്നതാണ് അത് നമ്മളും സംഭവിക്കും അല്ലേ. ചെറുപ്പകാലത്ത് നമ്മൾ വളരെ വലിയ വിപ്ലവകാരികളായി നമ്മൾ അവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ മക്കൾക്ക് പിശാചുക്കളാണ്. നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഭാര്യ ഭർത്താവാവാം, എവിടെയാവാം, എന്തോ വിപ്ലവകാരികളാവാം, ആരുമാവാം. അപ്പോൾ പ്രതിഷ്ഠയില്ലാത്ത മഹാക്ഷേത്രം എന്നുള്ളതിന്റെ അടുത്ത ഘട്ടമാണ് പുതുക്കപ്പെടാത്ത ദൈവങ്ങൾ പിശാചുക്കളാവും. കാരണം നാടോടികളുടെ ദൈവങ്ങൾ നിരന്തരം പുതുക്കപ്പെടുന്നുണ്ട്. നാടോടികളുടെ ദൈവങ്ങൾ കല്ലുകളാണ്. അവർ ഈ പുഴയിൽ നിന്നൊക്കെ എടുക്കുന്ന കല്ലുകളാണ്. ആ കല്ലുകൾ അവരെ അപേക്ഷിച്ചിട്ട് അടുത്ത കല്ലുകളിലേക്ക് പിന്നെ അടുത്ത അവരുടെ സഞ്ചാരം. ഈ നാടോടിയുടെ ഈ സഞ്ചാരം എന്ന് പറയുന്നത് തിയററ്റിക്കലി പറഞ്ഞാൽ ഗിൽ ദെലൂസ് ഒക്കെ പറയുന്ന ഈ നോമാഡ് എന്ന് പറയുന്ന ആശയമാണ്. നിങ്ങൾ ഒരിടത്ത് കുടിവെച്ചു പൗരികൾ കെട്ടുപോയത് കുമാരനാശാൻ, കുടിവെച്ചു പൗരികൾ കെട്ടുപോയത് കുമാരനാശാൻ. അപ്പോ ഈ നിലയിൽ നിരന്തരം തന്നെ നിരന്തരം നിരാകരിച്ച് അല്ലെ, ഒരിടത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്, തന്നെ നിരാകരിച്ച് ഒരു പ്രതിഷ്ഠയിൽ നിൽക്കാതെ സഞ്ചരിക്കുന്ന ആശയത്തെ അദ്ദേഹം വിമോചനത്തിന്റെ ആശയം എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ അങ്ങനെ തന്നെയാണ്. നിരന്തരം ഈ സ്വാതന്ത്ര്യം തന്നെയാണ്, നിരന്തരം തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ നിരന്തരം അന്വേഷണമാണ്. അഭയാർത്ഥികൾ അത് വരുന്നു. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, ഗൗതമന്റെ കഴിഞ്ഞ അദ്ദേഹം ഗോവർദ്ധനിലേക്കൊക്കെ വരുമ്പോൾ വായിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ഗോവർദ്ധനിലേക്കൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ മരുഭൂമികൾ ഉണ്ടാകുന്നതിൽ
മരുഭൂമികളിൽ എത്തുമ്പോൾ ഭരണകൂടവും വ്യക്തിയും തമ്മിലുള്ള, നേരത്തെ ആൾക്കൂട്ടമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇവിടെ ഭരണകൂടവും വ്യക്തിയും തമ്മിലുള്ള ഒന്നായി മാറി. കേവലം ആൾക്കൂട്ടമല്ല, അത് ഭരണകൂടമാണ്. ഭരണകൂടത്തിന്റെ വലിയ ഒരു കെണിയിലാണ് ഒരു വ്യക്തി ഏർപ്പെട്ടിരിക്കുന്നതെന്നും അതിൻ്റെ ഒരു ഈ മരുഭൂമികൾ ഉണ്ടാകുന്നതിലെ കുന്തൻ എന്ന് പറയുന്ന കഥാപാത്രം വിപ്ലവകാരിയൊന്നുമല്ല. ശ്രദ്ധിച്ചാലറിയാം, അത് സാധാരണ ഉദ്യോഗസ്ഥനാണ്. സാധാരണ ഉദ്യോഗസ്ഥൻ അയാളുടെ പണിയെടുത്തപ്പോ വെറുതെ പണിയെടുത്ത് മാത്രമായി സത്യസന്ധമായി, അതുകൊണ്ട് അയാൾ ജയിലിലായി. സത്യസന്ധമായി ജീവിക്കുന്ന ആളുകൾക്ക് അഭയസ്ഥാനം ജയിലാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കിയുള്ള ആളുകൾ ക്രിമിനൽസ് മുഴുവൻ പുറത്തുമാണ്, സത്യസന്ധരായി ജീവിക്കുന്ന ആളുകൾ ജയിലിലാണെന്നാണ് ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മാത്രമല്ല, ഈ കംപ്ലൈന്റ് ആയിട്ട് ആളുകൾ എവിടെ ചെല്ലുന്നോ ആ കംപ്ലൈന്റ് സ്വീകരിക്കുന്ന ആളുകൾ കൂടി ഇതിന്റെ ഭാഗമാണ്. അവസാനം പത്രക്കാരെടുത്ത് പോയിട്ട് വിവരം പറയുമ്പോൾ പത്രക്കാർ അവിടെ നിൽക്കുമെന്ന് പറയുന്നു. എന്നിട്ട് അവസാനം ഈ ജയിലധികാരികളെ വിളിച്ചിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു. അതില് ആ മരുഭൂമികൾ ഉണ്ടാകുന്നതിലും ഒരു വാക്യമുണ്ട്, എല്ലാവർക്കും ബാധകമാകേണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ഓരോ വർണ്ണനൂലുകൾ തുന്നാൻ തരുന്നു. നമ്മളെല്ലാം ഓരോ വർണ്ണനൂലുകൾ തുന്നിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതുണ്ടാക്കി അവസാനം നമ്മൾ അറിയുന്നില്ല, അവസാനം അതൊരു വ്യാഘ്രത്തിന്റെ രൂപമാണ്, ഒരു പുലിയുടെ രൂപം. നിങ്ങളെ തന്നെ തിന്നാൻ വരുന്ന, നിങ്ങളെ ഭക്ഷിക്കാൻ വരുന്ന ഒരു പുലിയുടെ രൂപമാണത്. പക്ഷെ നിങ്ങൾക്ക് നൽകുന്ന ഒരു നൂല് മാത്രം. അപ്പൊ നമ്മൾ നടത്തുന്ന നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾക്കെതിരെ തന്നെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ മോചനത്തിനെതിരെ തന്നെയുള്ള വലിയൊരു വ്യാഘ്രത്തെയാണ് സൃഷ്ടിക്കുന്നതെന്നതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സമഗ്രതയിൽ കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ടാണ് ആധുനികരും ആനന്ദം തമ്മിലുള്ള വ്യത്യാസം. ഗോർഗി ലൂക്കാച്ച്, മാർക്സിസ്റ്റ് ചിന്തകൻ, അദ്ദേഹം ഈ മോഡേണിസ്റ്റുകൾക്കെതിരെ പറഞ്ഞത് മോഡേണിസ്റ്റുകൾക്ക് സമഗ്രത ഇല്ലെന്നതാണ്. പക്ഷെ മലയാളത്തിലെ ഈ ആനന്ദ് എന്ന് പറയുന്ന മോഡേണിസ്റ്റാണ് സമഗ്രതയെ കുറിച്ച് എപ്പോഴും പറയുന്നത്. അവസാനം മരുഭൂമികളിൽ അവസാനം അറിയാലോ, ഒരു പാലിന്റെ ക്യൂ ആണ്. ക്യൂവില് പാലെന്ന് പറയുന്ന വലിയൊരു വ്യവസ്ഥയുടെ ഭാഗം. പക്ഷെ തനിക്ക് പാല് കിട്ടാത്തതിന്റെ ഭാഗം മുമ്പിലിരിക്കുന്ന ആളാണ് എന്ന് ധരിച്ച് തമ്മിൽ തല്ലുകൂടും ആളുകൾ. അപ്പുറത്ത് വ്യവസ്ഥ സുരക്ഷിതമാകും. അത് മതത്തിന്റെ പേരിലാകാം, ജാതിയുടെ പേരിലാകാം, എന്തിന്റെ പേരിലാകാം. ഈ ചെറിയ നൂലുകൾ തന്ന് ആ നൂലിന്റെ പേരിൽ നിങ്ങളെ കൊണ്ട് തല്ലി ഉണ്ടാക്കുമ്പോൾ മറുവശത്ത് ഫാസിസം ആവാം, ക്യാപിറ്റലിസം ആവാം. ആ വലിയ ഒന്ന് നിങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ബലത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾ നിത്യം ചെയ്യുന്ന പണിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിത്യം നാം ഓർക്കുന്ന നൂലുകൾ എന്താണ് എന്ന് ജാഗ്രത ആയിരിക്കുക. നമ്മുടെ ഓഫീസിലായാലും ശരി, എവിടെയായാലും വീട്ടിലായാലും ശരി എന്നൊരു സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. തീർച്ചയായിട്ടും ഗോവർദ്ധന യാത്രകൾ എല്ലാവർക്കും അറിയാം. അത് പിന്നീട് പോയ വഴികൾ എന്താണെന്നുള്ളത് ഞാൻ വിശദാംശങ്ങൾ പോകുന്നില്ല. സ്വയം തന്നെ ആ നോവൽ അതിൽ കാളിദാസനെയൊക്കെയാണ് നമ്മളിപ്പോൾ അപനിർമ്മാണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിൽ വരുന്നത്. കാളിദാസനെ അദ്ദേഹത്തിന്റെ കവിതയിൽ അഭിരമിച്ച്, അദ്ദേഹത്തിന്റെ ഉപമകളിൽ അഭിരമിച്ച്, അദ്ദേഹം ശത്രുരാജ്യത്തിലെ രാജാക്കന്മാരുടെ പത്നിമാർക്ക് മാല്യം അണിയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സദസ് അദ്ദേഹം അതിനുവേണ്ടി ആഹ്ലാദിക്കുമ്പോൾ അദ്ദേഹത്തിനെ ആലോചിക്കുന്നുണ്ട്. ഖുസ്രു അദ്ദേഹത്തെ കണക്ക് ബന്ധിപ്പിച്ച് പറയും, എന്തായാലും അർത്ഥം എന്താ വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാരെ മുഴുവൻ കൊന്ന് അവർ കരഞ്ഞു എന്നർത്ഥം. ആ കരച്ചിലാണ് മുത്തുമാലിയായിട്ട്. അതുകൊണ്ട് കവികളുടെ രൂപകങ്ങൾ പോലും, കവികൾ സൃഷ്ടിക്കുന്ന സൗന്ദര്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ്. അദ്ദേഹം കലയെക്കുറിച്ച് പലപ്പോഴും പറയും. കലയിൽ രണ്ട് ധർമ്മമുണ്ട്. കലയ്ക്ക് ഒരു വ്യവസ്ഥയെ എപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള, വ്യവസ്ഥയുടെ വൈതാളികരാകാനുള്ള താല്പര്യമുണ്ട്, അതിന് നിശ്ചലമാക്കാനുള്ള ശേഷിയുണ്ട്. അതേസമയം അതിൽ നിന്ന് വിടുതി നേടാനുള്ള ശേഷിയുണ്ട്. ഇപ്പൊ വ്യാസനും വിഘ്നേശ്വരൻ എന്നുള്ള കൃതിയിൽ സാഹിത്യമാണ് വിമോചനത്തിന്റെ ആശയം. അതിലെ നഗരമധുവൊക്കെ വായിച്ച ആൾക്കാരെന്ന് വിചാരിക്കുന്നില്ല. നിഷാദ പുരാണം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു പുരാണമാണ്. പക്ഷെ ആ ഇല്ലാത്ത പുരാണം വെച്ച് വേണം ഇന്ത്യയിലെ ഈ പുരാണങ്ങളെ വായിക്കാൻ. ഇപ്പോൾ ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു നിഷാദം, ഇല്ലാത്തൊരു പുരാണത്തെ സങ്കല്പിച്ചെടുക്കാം. മാത്തമാറ്റിക്സിൽ നമ്മൾ ആക്സിയം എന്ന് പറയും. ഒരു ആക്സിയത്തിൽ നിന്ന് ഇല്ലാതെ അദ്ദേഹം മാത്തമാറ്റിക്സ് അറിയുന്നതാണ്, എഞ്ചിനീയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1 അങ്ങനെ സാധനമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നിർദ്ധാരണം ചെയ്യാൻ കഴിയുള്ളൂ. എന്നതുപോലെ ഇന്ത്യയിലെ ഈ പൗരാണിക പാരമ്പര്യത്തെ അതിൽ അസ്പൃശ്യരായ, അതിലില്ലാതെ പോയ, അഭാവം ആയി തീർന്ന ആളുകളുടെ യുക്തിയിൽ നിന്ന് അതിനെ മുഴുവൻ തിരിച്ചു നോക്കുക. അത് ചിലപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ തുണികളുടെ ഇറക്കുമതി ചെയ്ത് അതിനെ വ്യാപാരം ഉണ്ടാക്കാൻ വേണ്ടി അവിടുത്തെ തൊഴിലാളികളുടെ പെരുവിരൽ വെട്ടിക്കളഞ്ഞു. ഇത് കഥയാണ്, അത് സത്യമാണെന്നാണ് വരുന്നത്. അതിൽ ഫിക്ഷന്റെയും റിയാലിറ്റിയുടെ ഇടയില്ല. ഈ പെരുവിരലിനെയാണ് ഏകലവ്യത്തെ പെരുവിരലായിട്ട് ബന്ധിപ്പിക്കുന്നത്. ചരിത്രം പോകുന്ന വഴിയാണ്. ബ്രിട്ടീഷുകാർ ചെയ്ത പണി തന്നെയാണ് പണ്ട് ബ്രാഹ്മണ്യം ചെയ്തതെന്നുള്ള യുക്തിയിൽ. അപ്പോൾ ആ നിലയിൽ ആ ഏകലവ്യന്റെ പെരുവിരൽ തന്നെയാണ് ഗോവർദ്ധനത്തെ കഴുത്തിലെ കൊലപാതകത്തിന്റെ കാറായിട്ട് മാറുന്നത്. കയറിന് പറ്റുന്ന തലകൾ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിന് ബാക്കിയുള്ള പുറത്തുള്ള തലകൾ മുഴുവൻ പുറത്ത് സ്വസ്ഥമായിരിക്കുന്നു എന്നുള്ള സന്ദേശം ഗോവർദ്ധന്റെ യാത്രകളിൽ വരുന്നു.
അദ്ദേഹം ആരോഗ്യത്തിലേക്കും എഴുതുന്നതാണ് വിചാരിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദാംശം എടുക്കുന്നില്ല, ഇപ്പോഴും സമയം എൻ്റെ സമയം. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഇത്രയും ജാഗ്രതായി നമ്മുടെ കാലത്തോട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി സംവദിച്ച എഴുത്തുകാരനില്ല എന്ന് പറയാം. ഏറ്റവും പുതിയ എഴുത്തുകാർ സാഹിത്യത്തിന് രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലമാണിത്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമല്ല. എവിടെ അധികാരമുണ്ടോ അതിനെ ചോദ്യം ചെയ്യുന്നതിനാണ് രാഷ്ട്രീയം നമ്മൾ വിളിക്കുന്നത്. അത് ചിലപ്പോൾ പുറത്തുള്ളതിനോടുള്ള യുദ്ധമാവും, ചിലപ്പോൾ നമ്മളോട് തന്നെയുള്ള യുദ്ധമാകും. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു വലിയ എഴുത്തുകാരൻ്റെ ഒരു സന്ദർഭത്തെ, ആ സന്ദർഭത്തെ മുൻനിർത്തി നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ ഞാൻ ഈ സംഘാടകരെ അഭിനന്ദിക്കുന്നു. KC ഇവിടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പറയായിരുന്നു KC തന്നെയാണല്ലോ വന്നത്. വടകര കുമാരപിള്ളയെ കാണാൻ വേണ്ടി ആനന്ദ് വരുന്ന കാര്യം ഗോവിന്ദന്റെ കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് വന്ന ആനന്ദ് ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ ഇന്ന് തെളിയിച്ചത്. നന്ദി.